വെൽക്കം യു ഓൾ. നമ്മൾ ഇന്നപ്പോൾ ബിസിനസ്സിനെ കുറിച്ചാണല്ലോ എല്ലാവരും സംസാരിക്കുന്നത്. ബിസിനസ് എന്ന് പറയുമ്പോൾ സ്വന്തമായി ഒരു ഐഡിയ ഇംപ്ലിമെൻറ്റ് ചെയ്ത് അത് ഡെവലപ്പ് ചെയ്ത് അത് സക്സസ് ആക്കിയ ഒരുപാട് പേർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതല്ലാതെ കുടുംബപരമായി അല്ലെങ്കിൽ പാരമ്പര്യമായി തലമുറകളായി ഒരു ബിസിനസ് സംരംഭം കൈമാറി കിട്ടി അത് വളരെ സക്സസ്ഫുൾ ആക്കി വിജയത്തിലെത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് പേർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ സക്സസ്ഫുൾ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന 4 പേരാണ് എൻ്റെ കൂടെയുള്ളത്. അത് അത്ര ഈസി അല്ല, നമുക്കറിയാം. കാരണം വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ബിസിനസ് സംരംഭമായിരിക്കും. അപ്പോൾ അത് ഉണ്ടാക്കിത്തരുന്നൊരു വിശ്വാസ്യതയുണ്ട് ആളുകൾക്കിടയിൽ, ജനങ്ങൾക്കിടയിൽ. അപ്പോൾ ആ വിശ്വാസ്യത നിലനിർത്തിക്കൊണ്ട് അത് മുന്നോട്ട് നയിക്കുക എന്ന് പറയുമ്പോൾ അതിന് നല്ല ഹാർഡ് വർക്ക് വേണം. അപ്പോൾ നല്ല ഡിറ്റർമിനേഷൻ കൂടി വേണം. അപ്പോൾ അങ്ങനെ ഡിറ്റർമിൻഡ് ആയ 4 പേരുണ്ട്. ആങ്കർ ഇപ്പോൾ പരിചയപ്പെടുത്തി ഓൾറെഡി, പക്ഷേ ഒരിക്കൽ കൂടി ഞാൻ ഔപചാരികതയുടെ പേരിൽ ഇവരെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ശ്രീ അജിൽ മുഹമ്മദ്, ഹൈലൈറ്റ് ഗ്രൂപ്പ് സിഇഒ. വെൽക്കം അജിൽ. ആൻഡ് നെക്സ്റ്റ് ഈസ് കെ റാഷിദ്, അജ്മി ഫുഡ്സ് ഡയറക്ടർ ആണ്. റാഷിദ്, വെൽക്കം. നെക്സ്റ്റ് ഐശ്വര്യ നന്ദിലത്ത് ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആണ്. വെൽക്കം ഐശ്വര്യ. ദെൻ എറിൻ ലിസ്ബത്ത് ഷിബു ആണ്, കേരള മാക്സ്വ ഫിൻഫെസ്റ്റ് വൈസ് പ്രസിഡന്റ് ആൻഡ് ഡയറക്ടർ. എറിൻ, വെൽക്കം. സോ വിൽ സ്റ്റാർട്ട് വിത്ത് അജിൽ. അജിൽ, കോഴിക്കോട് നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ കോഴിക്കോട് ഹൈലൈറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമുക്കൊക്കെ ഭയങ്കര കണക്റ്റഡ് ആയ ഒരു പേരാണ്. ആദ്യത്തെ മോൾ തുടങ്ങുന്നു ഹൈലൈറ്റ് ഗ്രൂപ്പ്, ഫോക്കസ് മോൾ. അതിന് പിന്നാലെ ഒരുപാട് സംരംഭങ്ങൾ. ഇപ്പോൾ അജിൽ കൂടി അതിൻ്റെ ഒരു തലപ്പത്തേക്ക് വരുന്നു. എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ജേർണി? So firstly, thank you to Media One for inviting me and the other panelists also. I think it is a great platform. And ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി, സ്പെഷ്യലി ലൈക്ക് said, no, കോഴിക്കോട് നിന്നാണ് വരുന്നത്. അപ്പോൾ കൊച്ചിയിൽ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയില്ല, ആദ്യം തന്നെ നന്ദി പറയുന്നു. ആൻഡ് ജേർണി ഐ സ്റ്റാർട്ടഡ് ഇൻ ഐ തിങ്ക് 7 years ago. ആണ് ഒഫീഷ്യലി ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പം ഈ ഒരു പോസ്റ്റിലായിരുന്നില്ല, അത് മൾട്ടിപ്പിൾ റോൾസ് എടുത്തിട്ടാണ് ശരിക്കും ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. ആൻഡ് വി ഓപ്പറേറ്റ് ഇൻ ഡിഫറെൻറ്റ് വെർട്ടിക്കൽസ്, നോട്ട് ജസ്റ്റ് റിയൽ എസ്റ്റേറ്റ്. അപ്പം എഡ്യൂക്കേഷൻ ഇതിലായിരുന്നു ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദെൻ മൂവ്ഡ് ഓൺ ടു ദി അതർ വെർട്ടിക്കൽസ്. ആൻഡ് ഐ തിങ്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഞങ്ങൾ 30 വർഷം കംപ്ലീറ്റ് ചെയ്യുന്ന ഈ ബ്രാൻഡ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വർഷം പാരമ്പര്യമുള്ള ഒരു ബ്രാൻഡ് ആയതുകൊണ്ട്, ലെഗസി ഉള്ള ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ അത് അത്ര ഈസി ആയിരുന്നില്ല. ആൻഡ് ഐ തിങ്ക് ലൈക്ക് എവറിബഡി ഹിയർ സീറ്റഡ് ഹിയർ had ups and downs. അപ്പം ആ രീതിയിലുള്ള ഇറ്റ് വാസ് എ ഗ്രേറ്റ് ലേണിംഗ് ത്രൂ ഔട്ട് ദ പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് വൈ ഐ എം ഹിയർ ടുഡേ. യെസ്, തുടങ്ങിയ സംരംഭമാണ്. അതിപ്പോൾ സ്വന്തം കയ്യിലെത്തുമ്പോൾ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നോ ആ ചുമതല ഏറ്റെടുത്തപ്പോൾ? എപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ഞാൻ 21 years ആകുമ്പോഴാണ്, 21 ആവുന്ന സമയത്താണ് ഞാൻ ബിസിനസ്സിലേക്ക് ഒഫീഷ്യലി വരുന്നത്. അപ്പം ആ ഒരു ഏജിൽ എന്തായാലും തീർച്ചയായിട്ടും ആ ഒരു ടെൻഷനും കാര്യങ്ങളും എന്തായാലും ഉണ്ടാവും. ഏതൊരു ചെറുപ്പക്കാരനും ടെൻഷൻ ഉണ്ടാകുന്ന അതേ സ്ട്രെസ്സും പ്രഷറും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഐ തിങ്ക് ഞാൻ ആ ഒരു ചാലഞ്ച് ഭയങ്കര പോസിറ്റീവായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഈവൻ ഈ ബിസിനസ്സിലെ എൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഓർ പ്രിവിലേജ് എന്ന് പറയുന്നത്, ആൻഡ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു മൈ ഫാദർ ഓൾസോ. അദ്ദേഹം എനിക്ക് ആ റെസ്പോൺസിബിലിറ്റി തന്നിരുന്നു, ഒരു ഫ്രീഡം തന്നിരുന്നു ബിസിനസ് ചെയ്യാനുള്ള. അത് ഫ്രീഡത്തോടു കൂടെ തന്നെ ഐ ഫെൽറ്റ് ദാറ്റ് റെസ്പോൺസിബിലിറ്റി ഓൺ മൈ ഷോൾഡേഴ്സ് ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാനും എന്ത് ഡിസിഷൻ എടുക്കാനും ആ ഒരു ഫ്രീഡം തന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി അതെന്നായിരുന്നു. അപ്പം അതെന്നായിരിക്കും എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു വർഷത്തുള്ള ഒരു ബിഗ്ഗസ്റ്റ് ലേണിങ്ങും ഒരു ചാലഞ്ചൊക്കെ ഞാൻ പോസിറ്റീവായി എടുത്തിരുന്നു. ഒരു ബിസിനസ് കുടുംബമാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ബിസിനസ്മാൻ ആവുക അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൻ്റെ തലപ്പത്തേക്ക് വരിക എന്നതല്ലാതെ മറ്റെന്തെങ്കിലും പ്ലാൻ ഉണ്ടാവുമായിരുന്നോ അജിലിന്? കുറച്ചും കൂടെ എനിക്ക് സ്പോർട്സിലേക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഫുട്ബോളർ ആവണമെന്നൊക്കെയായിരുന്നു ആഗ്രഹം. പക്ഷേ പിന്നെ പല ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. എല്ലാവർക്കും ഉള്ള പോലെ തന്നെ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. പക്ഷേ എപ്പോഴും ഡീപ്പ് ഡൗൺ ബിസിനസ് ചെയ്യണം എന്നുള്ളതും മോർ ദാൻ ബിസിനസ്, ഈ പറഞ്ഞ പോലെ പൈസ ഉണ്ടാക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ പ്രോഫിറ്റ്സ് ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാളും എന്തെങ്കിലും ഒരുപാട് പേരെ ലൈഫ് ടച്ച് ചെയ്യണം എന്നുള്ള രീതിയിൽ സൊസൈറ്റിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നൊരു ഗിവ് ബാക്ക്. കാരണം നാളെ നമ്മളെന്നും എല്ലാവരും ഇവിടെ വരുന്ന അതേപോലെ നാളെ മരണപ്പെട്ടു പോകേണ്ട ആൾക്കാരാണ്. പക്ഷേ എന്തെങ്കിലും പോകുമ്പം ഒരു ലെഗസി ഇവിടെ കീപ്പ് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ്. അത് എന്തെങ്കിലും രീതിയിൽ സൊസൈറ്റിക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ളത്. അത് ഐ ബിലീവ് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുമ്പം അത് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതും ഇപ്പം ഞാൻ ഏറ്റെടുക്കുമ്പോൾ തൊട്ടുള്ള ഒരു എംപ്ലോയി സ്ട്രെങ്ത് അല്ല ഇന്ന് നമ്മളെ കമ്പനിക്ക് വെർട്ടിക്കൽസിനുള്ളത്, അല്ലെങ്കിൽ അന്ന് ഓപ്പറേറ്റ് ചെയ്ത വെർട്ടിക്കൽസ് അല്ല ഇന്ന് നമുക്കുള്ളത്, മാർക്കറ്റ്സും അല്ല. അപ്പം അത്രയും പേര് ലൈഫ് ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി വി ആർ ടച്ചിങ് വേ മോർ ലൈഫ്സ് ആൻഡ് ഫാമിലീസ്. അപ്പോൾ അതെന്നായിരിക്കും അവർ തരുന്ന ഒരു എനർജിയും സപ്പോർട്ടും എന്നായിരിക്കും. ആൻഡ് അതെന്നായിരുന്നു എനിക്ക് തോന്നുന്നു ചെറുപ്പം മുതലേ ഉണ്ടായിരുന്ന കണ്ടിട്ടുണ്ടായിരുന്ന ഒരു വേറൊരു ആഗ്രഹം എന്ന് പറയുന്നത്. Now you are happy and satisfied? 100%. I'm grateful to God and my father and the family. Okay, coming to റാഷിദ്. റാഷിദ് ഒരു ചെറിയ സംരംഭമായി വീട്ടിൽ തുടങ്ങിയതാണ് അജ്മി. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വീട്ടമ്മമാരുടെ ഒരു ഫസ്റ്റ് ചോയ്സ് അജ്മി പ്രോഡക്ട്സ് തന്നെയായിരിക്കും. ഷുവർ, എൻ്റെ വീട്ടിൽ അങ്ങനെ തന്നെയാണെന്ന് പറയട്ടെ. അപ്പോൾ
റാഷിദ് ഓട്ടോമാറ്റിക്കലി പറഞ്ഞതുപോലെ അജിലിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ തന്നെ ചെറുപ്പത്തിലേ കണ്ടു തുടങ്ങുകയാണ്. വീട്ടിൽ ഉപ്പ തുടങ്ങുന്ന ഒരു ചെറിയ സംരംഭമായി തുടങ്ങുന്നു, അത് വളർന്നു വലുതാകുന്നു, ഇപ്പോൾ കോടിക്കണക്കിന് ടേൺ ഓവറുള്ള ഒരു ബിസിനസ്സായി വളരുകയാണ്. അതിൻ്റെ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ പാർട്ടായി വരികയാണോ ചെയ്തത്? First of all, thank you, Media One, given me such a good opportunity. അജ്മി എല്ലാവർക്കും അറിയാം, 1994 എൻ്റെ ഫാദർ തുടങ്ങിയ ഒരു ബിസിനസ്സാണ്. അതിൽ ഞങ്ങൾ 3 ബ്രദേഴ്സ് ജോയിൻ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടിങ് മുതൽ ഇപ്പോൾ 32 ഇയേഴ്സായി കമ്പനി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. അതിൽ ഞാനിപ്പോൾ ഫസ്റ്റ് ഇതിന് ഇന്ന ടൈം ജോയിൻ ചെയ്യുക എന്നുള്ളത് സ്കൂള് പഠിത്തം എല്ലാം കഴിഞ്ഞപ്പോൾ ജോയിൻ ചെയ്തു. ബട്ട് ഇത് ഫസ്റ്റ് ടൈം ഇപ്പോൾ 32 ഇയേഴ്സ് മുന്നേ എന്താണോ അജ്മി അത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കിതിൻ്റെ അകത്തൊരു എൻട്രി ചെയ്യുമ്പോൾ വളരെ ഈസിയാണ്. കാരണം ഉപ്പ എന്താണ് ചെയ്യുന്നത്, നമുക്കെന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതിന് എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും, അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഈ ഒരു ബ്രാൻഡ്. അപ്പോൾ അജ്മി എന്നൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു, ഒരു പലചരക്കടയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് അറൗണ്ട് ഒരു 25 കൺട്രീസ് നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്, ഒരു 100+ പ്രോഡക്ട്സുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉപ്പ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉപ്പയ്ക്ക് വലിയൊരു വിഷനോടെ സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് അല്ല ഇത്. അപ്പോൾ ഞങ്ങൾ ബ്രദേഴ്സായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴും ഉപ്പയായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴും ഇത് നെക്സ്റ്റ് ലെവലിൽ എങ്ങനെ എത്തിക്കാം എന്നുള്ളതിൻ്റെ ഒരു സക്സസ് ആണ് ഈ ഒരു അജ്മി ഇന്ന് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ പീരീഡ് ഓഫ് ടൈമിലും എന്താണ് ചേഞ്ചസ് വേണ്ടത്, ഇപ്പോൾ ഇന്നത്തെ ട്രെൻഡ് എന്താണോ ഇന്നത്തെ ട്രെൻഡിനൊപ്പം നമ്മളത് ബിസിനസ് ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയി പോവാതെ നാളത്തെ എന്താണോ ചെയ്യേണ്ടത് അത് നാളത്തേക്ക് വേണ്ടി ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന് അതിന് നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം. അല്ലെ എപ്പോഴും നമ്മൾ ഓരോ ചേഞ്ചസ് ആഗ്രഹിക്കുന്നുണ്ട്. ഫുഡിൽ വരുമ്പോൾ മെയിനായിട്ടും അതിൻ്റെ ക്വാളിറ്റി, ആ ബ്രാൻഡിനെ വിശ്വസിച്ചാണ് ആൾക്കാർ പ്രോഡക്ട്സുകൾ വാങ്ങുക. അപ്പോൾ നമുക്ക് ബൾക്കായിട്ട് പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടണമെങ്കിൽ മാൻ പവർ നമുക്ക് അതൊരു ഇഷ്യൂസാണ്. അപ്പോൾ ഏറ്റവും മോഡേണൈസ്ഡ് ആയിട്ടുള്ള മിഷനറീസ് വരണം. പിന്നെ ബ്രാൻഡ് ഒരു പവർഫുൾ ആയിരിക്കണം. കാരണം നമ്മൾ ആർക്കെങ്കിലും വേണ്ടി പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൽ നിന്നുപരി അജ്മിയുടെ അണ്ടർ ദി ബ്രാൻഡ് ആക്കി അതിനെ വേൾഡ് ഫേമസ് ആക്കി അതിലെ നമ്പർ 1 ആക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഫ്രണ്ടിലുള്ള ഒരു ചോയ്സ്. അതിലെ ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തു. അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇന്ന് കാണുന്ന അജ്മിയുടെ ഈ ഒരു സക്സസ്. ശരിക്കും റാഷിദ് ഇതിൻ്റെ ഡയറക്ടറായി വന്നിട്ട് മോർ ദാൻ 10 ഇയേഴ്സ് ആയില്ലേ? യാ ഓക്കെ, എങ്ങനെയാണ് ഉപ്പ ഇപ്പോൾ കംപ്ലീറ്റ്ലി വിട്ടു തന്നോ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ? ഷുവറായിട്ട് ഞങ്ങൾക്ക് അതിനൊരു ഫ്രീഡം ഞങ്ങൾക്ക് കിട്ടിയോണ്ടാണ് എനിക്ക് ഇത്രയും ഗ്രോ ചെയ്യാൻ പറ്റിയതും ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയതൊക്കെ. കാരണം ഉപ്പയ്ക്ക് അങ്ങനെ എന്താണോ നമ്മുടെ ഏരിയ മനസ്സിലാക്കിയിട്ട് അത് നമുക്കൊരു ഫ്രീഡം തന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ അതിൻ്റെ അകത്ത് പെർഫോം ചെയ്യാൻ പറ്റി. അപ്പോൾ അതിനനുസരിച്ചൊരു ബ്രാൻഡിൻ്റെ ഗ്രോത്തും സംഭവിച്ചു. അതിലൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി കിട്ടി. ശരി, ഡയറക്ടർ സ്ഥാനത്തേക്ക് റാഷിദ് എത്തിയതിന് ശേഷം എങ്ങനെയായിരുന്നു അജ്മിയുടെ ഒരു മാറ്റം? എങ്ങനെയാണ് അതിൻ്റെ ഒരു ഡൈവേർഷൻ എങ്ങനെയാണ്? അജ്മി മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജ്മിയുടെ ആദ്യമേ തന്നെ പറയുകയാണെങ്കിൽ അജ്മി ഒരു റീബ്രാൻഡ് ചെയ്തു. ഞങ്ങൾ 2010 ആയപ്പോൾ 10 to 12 ആയപ്പോൾ ഞങ്ങൾ റീബ്രാൻഡ് ചെയ്തു. അപ്പോൾ അതുവരെ അജ്മിക്ക് ഉണ്ടായിരുന്ന ഒരു ഫേസ് അല്ലെങ്കിൽ ഒരു മീഡിയയ്ക്ക് മുമ്പിലോ അല്ലെങ്കിൽ വേറൊരു രീതിയിലോ അജ്മി പുറത്ത് ഉപയോഗിക്കുന്നവർ കണ്ടിന്യൂസ് ആയിട്ട് അജ്മി ഉപയോഗിക്കുന്നുണ്ട്. പുതിയൊരു കസ്റ്റമറെ നമ്മൾ എങ്ങനെ അട്രാക്റ്റ് ചെയ്യാം. അപ്പം അജ്മി പുട്ടുപൊടി എന്നുള്ളൊരു ബ്രാൻഡ് ഒരു പ്രൊഡക്റ്റിലാണ് ശരിക്കും നല്ല ഫോക്കസ് ചെയ്തത്. അപ്പോൾ അതുവരെ മാർക്കറ്റിൽ പുട്ടുപൊടി അങ്ങനെ ഒരു സെഗ്മെൻറ്റ് അത്രയും വലിയ ലാർജ് സ്കെയിലല്ലായിരുന്നു. അപ്പോൾ അതിലേറ്റവും നല്ല സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടും റോ മെറ്റീരിയൽ എങ്ങനെ സോഴ്സ് ചെയ്ത് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് റീച്ച് ചെയ്യാമെന്ന് ഞങ്ങൾ റിസർച്ച് ചെയ്തു. അപ്പോൾ അങ്ങനെ മാർക്കറ്റിലൊരു സ്പേസ് ഞങ്ങൾ കണ്ടെത്തി. ഒരാളുടെയും കോപ്പി ചെയ്യാത്ത രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ് ഐഡിയാസാണ് അജ്മി എപ്പോഴും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പുട്ടുപൊടി എന്നുള്ളൊരു സെഗ്മെൻറ്റ് ഞങ്ങൾക്ക് വീണ് കിട്ടിയ ഒരു ചാൻസ് ആയിരുന്നു. മേ ബി അതിനെ കൂടുതൽ ആളുകളിലോട്ട് എത്തിക്കുക, അതിൻ്റെ ഫീഡ്ബാക്ക് എടുക്കുക. ആ റീബ്രാൻഡിംഗ് എന്നുള്ളതും റാഷിദിൻ്റെ ഐഡിയ ആയിരുന്നോ? അതെ, അത് മോസ്റ്റ്ലി ഞാൻ തന്നെ ഐഡിയ ക്രിയേറ്റ് ചെയ്തതാണ്. കാരണം പിന്നെ ഞങ്ങൾ പരസ്യങ്ങളിലോട്ട് വന്നു, ബ്രാൻഡിങ് കൂടുതൽ ശ്രദ്ധിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു പ്രോഡക്റ്റ് കയ്യിലുണ്ട്. അപ്പോൾ ഈ പുട്ടുപൊടി വെച്ചിട്ട് ഞങ്ങൾക്ക് പുട്ടുപൊടി മാത്രം പോരാ, ഞങ്ങളുടെ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി. പക്ഷേ അതിൻ്റെ മാക്സിമം ഓളിയം നമ്മൾ കവർ ചെയ്തപ്പോൾ അടുത്ത ഒരു 100ഓളം പ്രോഡക്ട്സുകൾ നമ്മൾ ക്വാളിറ്റി പ്രോഡക്റ്റുകൾ തന്നെ ഇറക്കി. പിന്നെ ഞങ്ങളുടെ ഒരു ട്രക്ക് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ കേരളത്തിൽ തന്നെ വൈറലായ ഒരു സംഭവമാണ്. വലിയ ട്രക്ക് ഫുള്ളി കവർ ചെയ്ത് ബ്രാൻഡ് ചെയ്ത് ഞങ്ങൾ ഓൾ കേരള ലെവലിൽ ഞങ്ങൾക്കത് ലോജിസ്റ്റിക്സിന് എന്തായാലും ട്രക്ക് വേണം. അപ്പോൾ ഞങ്ങൾ ആ രീതിയിലും ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്തപ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലായി ഇതൊരു ചെറിയ കമ്പനിയല്ല, ഇവരുടെ ലോജിസ്റ്റിക്സ് സൈഡ് വലിയൊരു കമ്മോഡിറ്റി കൊണ്ടുപോകുന്ന ഒരു കമ്പനിയാണെന്ന് മനസ്സിലായി. കാരണം ഈ വെഹിക്കിൾ എല്ലാ സമയവും വെറുതെ ഓടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ലോസാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വലിപ്പവും അതിൻ്റെ ഒരു സ്ട്രക്ചറും മനസ്സിലായപ്പോൾ
അജ്മി ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് ആളുകൾ ചൂസ് ചെയ്തു. യെസ്, കമ്മിങ് ടു ഐശ്വര്യ. ഐശ്വര്യ 4 പതിറ്റാണ്ടിലധികമായി ഈ ഹോം അപ്ലയൻസസ് മേഖലയിൽ ഗോപു നന്ദിലത് ഗ്രൂപ്പ്, നന്ദിലത്ത് ഏജൻസീസ് ആയി തുടങ്ങുന്നു. 2004 ജി മാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, എത്ര വർഷമായി ഇപ്പോൾ ഇതിൻ്റെ ഒരു മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്തേക്ക് വന്നിട്ട്? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഗുഡ് ഈവനിങ്. വളരെ സന്തോഷം മീഡിയ വണ്ണിൻ്റെ ഇങ്ങനെ ഒരു കോൺക്ലേവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിൽ, ഒരുപാട് എക്സ്പെർട്ടീസിൻ്റെ കൂടെ സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ. സോ ഓവർ ടു യു ദിവ്യ. ഞാൻ ബിസിനസ് ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ 7 years ആയി. അതിനു മുമ്പ് ഞാൻ തികച്ചും ബിസിനസ്സിലേക്ക് വരണമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരാളേ അല്ല. അങ്ങനെ മനസ്സിലുണ്ടായിരുന്നേ ഇല്ല. അങ്ങനെ പ്രതീക്ഷിച്ചിരുന്ന ഇല്ല എന്നല്ല, ഞാൻ ഗ്രൂ അപ്പ് ചെയ്തത് അച്ഛൻ ബിസിനസ് ഈ കെട്ടിപ്പടുത്തുന്ന ഒരു ചൈൽഡ്ഹുഡായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അച്ഛൻ്റെ ഹാർഡ് വർക്ക് കണ്ട് വളർന്നു. പക്ഷേ ഏർലി മാരേജ് ആയിരുന്നു. 21 years ഐ ഗോട്ട് മാരീഡ്. അപ്പോൾ ഐ ഡിഡ് നോ ഞാൻ എങ്ങോട്ടായിരിക്കും എൻ്റെ ലൈഫ് പോവാന്നുള്ളത്. പക്ഷെ ഒരു സഡൻ ബ്രേക്ക് ഇട്ടതൻ ഐ ടോൾഡ് എനിക്ക് ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ 7 years ആയിട്ട് മാനേജിങ് ഡയറക്ടറായിട്ട് ഗോപുനത്തിൽ ജി മാർട്ടിൻ്റെ ഭാഗമായി. 41 വർഷം പിന്നിട്ടു നമ്മൾ ഇൻഡസ്ട്രിയിൽ. അത് തന്നെയാണ് ഞങ്ങളുടെ ലെഗസി. കുറേ ഒരു ബ്രേക്ക് എടുത്തു ആഫ്റ്റർ മാരേജ്, ബിസിനസ്സിലേക്ക് വരുന്നതിന് മുൻപ്? ഓൾമോസ്റ്റ് ഒരു 7 years ഞാൻ എടുത്തു. മാരേജ് കഴിഞ്ഞ് റൈറ്റ് ആഫ്റ്റർ ദാറ്റ് ഞാൻ ജോയിൻ ചെയ്തില്ല. ഐ ഗോട്ട് 2 kids. ഒന്നും ചെയ്തില്ല, വീട്ടിലിരുന്നു. ഐ വാസ് പോസ്റ്റ് ഗ്രാജുവേറ്റ്, എൻജിനീയറിംഗ് കഴിഞ്ഞ് MBA ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പക്ഷേ എപ്പോഴും പറയും നമുക്ക് ക്വാളിഫിക്കേഷൻ ഇസ് എ മസ്റ്റ്, പക്ഷെ അതിനേക്കാളും കൂടുതൽ എക്സ്പീരിയൻസ് ആണ് നമ്മളെ കുറച്ചും കൂടെ എക്സ്പെർട്ടൈസ്ഡ് ആക്കുക എന്ന് ഞാൻ ബിലീവ് ചെയ്യുന്നു. വെൻസ് ഐ ജോയിൻ ദ ബിസിനസ്, ഒബ്വിയസ്ലി MBAയിൽ പഠിച്ച ടേംസും കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയെങ്കിലും അതിലുപരി എക്സ്പീരിയൻസ് ആണ് നമുക്ക് എല്ലാ മേഖലയിലും നമുക്ക് എക്സൽ ചെയ്യാൻ പറ്റുക. അപ്പം യാതൊരുവിധ MBA ഡിഗ്രി ഇല്ലാണ്ടാണ് ഗോപു നന്ദിലത്ത് എന്ന് പറയുന്ന വ്യക്തി 41 വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്നത്. അപ്പം എക്സ്പീരിയൻസ് ആണ് എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ എല്ലാത്തിലും നമുക്ക് എക്സീഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ആ ബ്രേക്ക് എടുത്തൊരു സമയം ഉണ്ടായിരുന്നല്ലോ, കുറേ വർഷങ്ങൾ. ആ സമയത്തൊക്കെ അച്ഛൻ പറയായിരുന്നു, ഐശ്വര്യ ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കാതെ എന്നെ വന്ന് ഹെൽപ്പ് ചെയ്യും, ബിസിനസ്സിൽ കുറച്ച് ഇൻവോൾവ് ആയിക്കൂടെ എന്നൊക്കെ ചോദിക്കായിരുന്നോ? സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. ഒരു തികച്ചും ഒരു എന്താ പറയുക, സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എല്ലാ അച്ഛന്മാരെ പോലെ കല്യാണം കഴിഞ്ഞ് അവൾ സെക്യൂർ ആയിക്കോട്ടെ, കുട്ടികളെ നോക്കിയിരിക്കട്ടെ, പക്ഷേ ഐ ആം ദെയർ ഫോർ യു എന്നുള്ളതായിരുന്നു. പക്ഷെ ഞാൻ 2 ഡിഗ്രി എടുത്ത് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ജോലിയൊക്കെ കിട്ടി. ഫേസ്ബുക്ക്, അന്ന് സമയത്ത് ഫേസ്ബുക്കൊക്കെ ആയിരുന്നു കുറച്ചുകൂടെയും ആക്റ്റീവ് ആയിരുന്നത്. ഇന്നാണ് ഇൻസ്റ്റാഗ്രാം, ലിങ്ക്ഡിൻ ഒക്കെ ഉള്ളത്. അപ്പം അന്ന് ഫേസ്ബുക്കിൽ എല്ലാവരെയും കാണുമ്പോൾ ഓരോ സെഗ്മെൻറ്റിൽ പ്ലേസ്ഡ് ആയി, എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പ്ലേസ്ഡ് ആയവരെ, MBA കഴിഞ്ഞ് പ്ലേസ്ഡ് ആയവരെ കാണുമ്പോൾ ഐ വാസ് ഡിപ്രസ്ഡ്. ഇന്ന് ഡിപ്രഷൻ എന്നുള്ള വേർഡ് നമ്മുടെ ഇടയിലൊക്കെ ഭയങ്കര കോമൺ ആണ്. അതുകൊണ്ട് വെറുതെ ഇരിക്കേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് അങ്ങനെ കളയേണ്ട ഒരാളല്ല എന്നുള്ളൊരു തോട്ട് വന്നു. കാരണം എൻ്റെ ഉള്ളിൽ ഞാൻ എപ്പോഴും കുറച്ചുകൂടി വർക്ക് ചെയ്യണം. അച്ഛനെ കണ്ട് വളർന്നതുകൊണ്ട് എനിക്ക് എൻ്റെ ഉള്ളിൽ എവിടെയോ ഐ വോണ്ട് ടു വർക്ക് എന്നുള്ളതുണ്ടായിരുന്നു. അല്ലാതെ ഐ എം നോട്ട് എ ഹോം മേക്കർ. അപ്പം പക്ഷെ കുട്ടികൾ എന്നുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് നമുക്ക് എല്ലാവർക്കും അമ്മമാരായ കുറച്ചും കൂടി ഉണ്ടാവും. അപ്പോൾ ആ കമ്മിറ്റ്മെൻറ്റിനോടുള്ള ഒരു എന്താ പറയുക, എനിക്ക് കുറച്ചും കൂടെ ഒരു സിൻസിയറിറ്റി ഉള്ളത് കൊണ്ട് അവർ കുറച്ചും കൂടെ ഒരു കേപ്പബിൾ ആവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഒരു 7 years കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചു അച്ഛനോട്, എനിക്ക് ബിസിനസ് ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ തിരിച്ച് എൻ്റെ പ്രൊഫഷനായ എൻജിനീയറിംഗിലേക്ക് തന്നെ ആ ബാക്ക്ഗ്രൗണ്ടുമായി റിലേറ്റഡ് ആയിട്ടുള്ള ജോലി ചെയ്യണം. പക്ഷേ ഞാൻ ഔട്ട്ഡേറ്റഡായി. ഇന്നറിയാലോ, ടെക്നോളജിയൊക്കെ കണ്ണടച്ച് തുറക്കുന്ന പോലെയാണ് മാറുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ എനിക്ക് എൻ്റെ മുമ്പിൽ ഇനിയും പഠിക്കാനും അല്ലെങ്കിൽ ഇനിയും പോയി വർക്ക് ചെയ്യാനൊക്കെ ഉള്ളൊരു മടി ഉണ്ടായിരുന്നു. ഞാൻ ടോട്ടലി ഔട്ട്ഡേറ്റഡ് ആയി എന്നുള്ളൊരു തോട്ട് ഉള്ളതുകൊണ്ട്. അപ്പോൾ എൻ്റെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ നന്ദിലത്ത് ജി മാർട്ടും അച്ഛനുമായിരുന്നു. അങ്ങനെ ഞാൻ ചെന്ന് ചോദിച്ചു. അപ്പോൾ ഈ സൈഡ് ഇത് എളുപ്പമല്ല, കാരണം ഞങ്ങളുടെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു മെൻ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ്. അതിനകത്ത് സ്ത്രീകൾ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സും കൂടിയുണ്ട്. അതെ, ഒരുപാട് ഏത് മീറ്റിംഗ് പോയാലും ഒരു ഹാളിൽ, ഇതേപോലെ ഒരു ഹാളിൽ, മീറ്റിംഗ് ഹാളിൽ കണ്ടു കഴിഞ്ഞാൽ 1 or 2 സ്ത്രീകളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ ഒരു ചലഞ്ചാണ്. നിന്നെക്കൊണ്ട് അത് പറ്റുമോ എന്നൊക്കെ ഉള്ളതായിരുന്നു. ആ നിന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ളത് എനിക്കൊരു ചലഞ്ചായി. അപ്പം ഞാൻ അതിൽ നിന്ന് പിടിച്ച് കയറി. അങ്ങനെ 7 years ഇന്ന് അച്ഛൻ്റെ കൂടെ തന്നെ. അച്ഛൻ ഇപ്പോഴും ബിസിനസ്സിൽ ഞാനും എൻ്റെ ബ്രദറും അച്ഛൻ്റെ ഒരു പില്ലേഴ്സായിട്ട് ബിസിനസ്സിൽ തുടർന്ന് പോകും. ഹീസ് ഹാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ജാനിറ്ററായിട്ടാണ് ആദ്യം ജോയിൻ ചെയ്തത്. സോ ഇൻ ദ സെൻസ് ഞാൻ നമ്മൾ പറയില്ലേ, ഫസ്റ്റ് തന്നെ എല്ലാവരുടെയും ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടാവും. 2nd generation ബിസിനസ്സിൽ എല്ലാവർക്കും ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ എന്നുള്ളത്.
സിൽവർ ഓർ ഗോൾഡൻ സ്പൂൺ ഹൗ ബട്ട് അങ്ങനെയല്ല സിറ്റുവേഷൻ. ജോയിൻ ചെയ്ത സമയത്ത് തന്നെ ആദ്യം ചെറിയ ഒരു ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനാണ് പറഞ്ഞത്. എൻ്റെ ബ്രദറിന് അച്ഛൻ കൊടുത്തത് വെയർ ഹൗസ് ഡ്യൂട്ടി ആയിരുന്നു, എനിക്ക് കൊടുത്തിരുന്നത് അക്കൗണ്ട്സിലെ എക്സ്പെൻസ് നോക്കാനായിരുന്നു. സോ എല്ലാ കമ്പനിയുടെ റൂട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. അല്ലാതെ ഡയറക്ടർ എന്ന് പറഞ്ഞ് വൺ ഫൈൻഡ് ചെയ്യാൻ വരൂ ഇരിക്കൂ എന്ന് പറഞ്ഞ് ഒരു AC ഇതൊന്നും എല്ലാവരും നമുക്ക് ആദ്യം വെൽക്കം ചെയ്തിരുന്നത്. സോ ഇറ്റ് ഹാസ് ടു ബി ലൈക്ക് ഗോൺ ത്രൂ റഫ് ആൻഡ് ടഫ്. ഓക്കെ, എരിൻ വെൽക്കം. കേരളത്തിലെ തന്നെ ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനത്തിലെ ശക്തമായ സാന്നിധ്യമാണ് കേരളം ആക്സീവ് ഓഫ് ഇൻവെസ്റ്റ്. എങ്ങനെയാണ് കേരളമിലോട്ടുള്ള എറിൻ്റെ വരവ്? First of all, good evening everyone. So happy to be a part of the panel. And എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്നതിൽ ഓവർ നീ എക്സ്പീരിയൻസ് മാത്രമേ എനിക്കുള്ളൂ KLMൽ. ആൻഡ് ബിഫോർ ദാറ്റ് ഐ വാസ് വർക്കിംഗ് വിത്ത് അനദർ ബാങ്ക്. സോ ഞാൻ ഇങ്ങടേക്ക് ഇപ്പോൾ ഐശ്വര്യ പറഞ്ഞ പോലെ ഒട്ടും വിചാരിച്ചിട്ടല്ല ഇങ്ങടേക്ക് വന്നത്. സോ ഫാമിലി ബിസിനസ് ഇസ് ഓൾവേസ് ദെയർ. പക്ഷെ ഞാൻ എൻ്റെ ഒരു ഇൻട്രസ്റ്റ് ആണോ എന്നത് എനിക്ക് എപ്പോഴും ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. സ്റ്റില്ലുണ്ട്? സ്റ്റില്ലില്ല, മാറി. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞു, ജസ്റ്റ് ബിക്കോസ് ഹീസ് ദ ചെയർമാൻ എനിക്കിത് ടേക്ക് ഓവർ ചെയ്യേണ്ട ആവശ്യമില്ല. ഐ ഹാവ് ടു ബി കൺവിൻസ്ഡ് ഇത് എൻ്റേതാണ്, ദർ ഇസ് എ നീഷ് ഫോർ മീ എന്നുള്ളൊരു ഒരു തോട്ട് എനിക്ക് വേണം എന്ന് മനസ്സിലാക്കി. അപ്പോൾ ആദ്യം തന്നെ ഹെഡ് ഓഫീസിലേക്കല്ല വിളിച്ചത്, ബ്രാഞ്ചിലാണ് പോയിരുന്നത്. അപ്പോൾ നമുക്കറിയാം ഹെഡ് ഓഫീസിലിരുന്ന കസ്റ്റമേഴ്സ് എന്താണ് വരുന്നത്, അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അവർ ഗോൾഡ് ലോൺ അവരുടെ ഇൻട്രസ്റ്റിന് പ്രശ്നമുണ്ടോ, ഇതൊന്നും നമുക്കറിയാൻ പറ്റില്ല. ആദ്യം ചെന്ന് മുതലാളിയുടെ കസേരയിൽ ഇരുത്തിയില്ല അല്ലേ? ഇല്ല, ഇരുത്തിയില്ല. അപ്പോൾ ആദ്യം തന്നെ ബ്രാഞ്ചിൽ പോയി അവിടെ ആയിട്ട് കസ്റ്റമറായിട്ട് ഇൻട്രാക്ഷൻ അങ്ങനെ ഓരോ കാര്യങ്ങളുമായിരുന്നു ആദ്യം എനിക്ക് തന്ന ഡ്യൂട്ടി. അപ്പോൾ ഒരു 6 months ബ്രാഞ്ചിൽ ഇരുന്നപ്പോൾ തന്നെ മനസ്സിലായി വാട്ട് എക്സാക്ട്ലി ഈസ് അവർ ബിസിനസ്. ഹെഡ് ഓഫീസിലിരുന്ന മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ബ്രാഞ്ചിൽ പോയിരുന്നപ്പോൾ മനസ്സിലായി. അങ്ങനെയാണ് ഐ ബീൻ ഇൻവോൾവ്. എത്ര നാൾ അവിടെ ഇരുന്നു? ബ്രാഞ്ചിൽ ഇരുന്നിട്ടുണ്ടാവും? 6 months ഇരുന്നു. 6 months ഇരുന്നു. അതിനുശേഷം നേരിട്ട് ഹെഡ് ഓഫീസിലേക്ക് വന്നു. അപ്പോഴാണ് പിന്നെ ഒരു ഫിനാൻസിൻ്റെ ഹെഡായിട്ട് VP ഫിനാൻസിലാണ് ഇപ്പോൾ എൻ്റെ റോള്. അപ്പോൾ കൂടുതൽ ഫിനാൻഷ്യൽ പ്ലാനിങ്, അതിൻ്റെ ബഡ്ജറ്റിംഗ്, എലോക്കേഷൻ, ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ ഫണ്ട് എവിടെ നിന്ന് എടുക്കുന്നു, അതെങ്ങനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു, ആൻഡ് ഹൗ വെൽ ഇറ്റ്സ് പെർഫോമിങ് എന്ന ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലേക്ക് ഹെഡ് ചെയ്യാൻ പിന്നെയാണ് എനിക്കൊരു അവസരം കിട്ടിയത്. അപ്പോൾ ഇപ്പോൾ മേജർലി നോക്കുന്നത് ഓരോ ബ്രാഞ്ചിൻ്റെ പ്രോഫിറ്റബിലിറ്റി. അപ്പോൾ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ തന്നെ ഒരു വലിയ ഇമ്പാക്റ്റ് നമുക്ക് ഉണ്ടാക്കാം. ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന ബ്രാഞ്ച് അങ്ങോട്ടേക്ക് മാറ്റിയാൽ തന്നെ നമുക്ക് അത് നമ്മുടെ പെർഫോമൻസിൽ വലിയൊരു മാറ്റം വരാം. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി, ഫണ്ട് അലോക്കേഷൻ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഒക്കെയാണ് ഞാൻ നോക്കുന്നത്. എങ്ങനെയാണ് ആ ഒരു ബാങ്കിങ് ഇതര സ്ഥാപനങ്ങൾ ഇപ്പോൾ ഈ ഒരു കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു കോമ്പിറ്റൻസി, എങ്ങനെയാണ് അതിലെങ്ങനെയാണ് ഇന്നോവേഷൻസ് ഒക്കെ കൊണ്ടുവരാൻ ശ്രമിക്കാറുള്ളത്? എപ്പോഴും NBFC എന്ന് പറഞ്ഞ് കുറച്ചൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. നമുക്കറിയാം ബാങ്കിനെ എപ്പോഴും കുറച്ചൊരു സ്പേസ് ഇട്ട് കാണാനാണ് ആളുകൾക്ക് ഇഷ്ടം. അപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ബിൽഡ് ചെയ്യുന്നത് നമ്മുടെ ക്രെഡിബിലിറ്റിയും ട്രസ്റ്റുമാണ്. നമ്മുടെ ബ്രാഞ്ച് മാനേജേഴ്സ്, ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതിലുപരി നമ്മുടെ ബ്രാഞ്ച് മാനേജേഴ്സ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു, അവർക്കൊരു ട്രസ്റ്റ് കൊടുക്കുന്നുണ്ടോ. ഇവിടെ നമ്മുടെ പണം നിക്ഷേപിക്കുമ്പോൾ അത് വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് നമുക്ക് അവരുടെ പണം സൂക്ഷിച്ച് വിനിയോഗിക്കുക എന്നത്. അപ്പോൾ അതിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്ത് ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനാണ് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ അടുത്ത നമ്മൾ കൂടുതൽ ഗോൾഡ് ലോൺസ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളായാലും ഒരു കസ്റ്റമർ നമ്മുടെ ഓഫീസിൽ വരുമ്പോൾ അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അവരവരുടെ സ്വർണ്ണം, താലിയും പല കാര്യങ്ങളുമാണ് അവരുടെ ഒരു നിസ്സഹായാവസ്ഥയിൽ വെക്കുന്നത്. അപ്പോൾ അതിനൊരു ഇമോഷണലി കണക്ട് ചെയ്ത് അവരോട് എങ്ങനെ ട്രീറ്റ് ചെയ്യാം, അവരെങ്ങനെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാം എന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ഇതാണ്. ഒരു ചെറിയൊരു പാളിച്ച മതി ആ ട്രസ്റ്റ് ബ്രേക്ക് ആവാൻ അല്ലേ? ചെറിയൊരു ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റ് പെർസെൻറ്റേജിൻ്റെ ഒരു വ്യത്യാസത്തിൽ ഒരാൾ മറ്റ് കോമ്പറ്റീറ്ററിൻ്റെ അടുത്ത് പോകുന്നതിലും ഉപരി നമ്മൾ ആ ട്രസ്റ്റ് ബ്രീച്ച് ചെയ്യരുത് എന്നൊരു ഫോക്കസാണ് നമ്മൾ കൂടുതൽ വെക്കുന്നത്. ശരി, അജിലിൻ്റെ കാര്യം നോക്കിയാൽ അജിൽ എഡ്യൂക്കേഷണൽ ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ടാണല്ലോ ആദ്യം എത്തുന്നത് അല്ലേ? ദ വൈറ്റ് സ്കൂൾ അങ്ങനെയല്ലേ? അതിനുശേഷമാണ് പിന്നീട് CEO പൊസിഷനിലേക്ക് വരുന്നത്. ഇപ്പോൾ ഡിഫറെൻറ്റ് ഫീൽഡിലോട്ട് കൂടി ഹൈലൈറ്റ് വരികയാണ്. എഡ്യൂക്കേഷൻ ആയാലും എൻ്റർടൈൻമെൻ്റ് ആയാലും വെൽനെസ് ആയാലും അല്ലേ? അത് അങ്ങനെ ഒരു ഡൈവേർഷൻ്റെ സ്കോപ്പ് കണ്ടിട്ട് അതിനകത്തോട്ട് തീരുമാനം എടുക്കുമായിരുന്നോ? ആബ്സല്യൂട്ട്ലി. എന്തായാലും ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഓരോ വെർട്ടിക്കൽസിലേക്ക്, ഓരോ മാർക്കറ്റ്സിലേക്കും ഇറങ്ങുന്നത്. അത് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നേരത്തെ എനിക്ക് തോന്നുന്നു ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല കേരളത്തിനെ പറ്റി. കാരണം ലാസ്റ്റ് സെഷൻ മിനിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ കേരളത്തിൻ്റെ പോസിറ്റീവ് ചേഞ്ചും ആറ്റിറ്റ്യൂഡ് ചേഞ്ചൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, മാർക്കറ്റിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എല്ലാം. അപ്പോൾ അത് കണ്ടിട്ടാണ് ശരിക്കും നമ്മൾ കേരളത്തിൻ്റെ പല ഭാഗത്തായിട്ട് ഡിഫറെൻറ്റ് വെർട്ടിക്കൽസ്, വി ജസ്റ്റ് ഡോണ്ട് വോണ്ട് ടു ഓപ്പറേറ്റ് ആസ് എ ബിൽഡർ, റെഗുലർ റെസിഡൻഷ്യൽ ബിൽഡറോ അല്ലെങ്കിൽ അങ്ങനെ അത് സ്പേസ് മാത്രം പ്രൊവൈഡ് ചെയ്യാമെന്ന് മാത്രമല്ല, ഒരു ലൈഫുള്ള സ്പേസ് കൊടുക്കുക എന്നുള്ളത്, ഓൾ അസറ്റ് ക്ലാസ്സിൽ കൊടുക്കുക എന്നുള്ളതാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോജക്ട്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വീണ്ടും ഓരോ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 20 years ago, more than 20 years ago ഫോക്കസ് മോൾ കൊണ്ടുവന്നു, ഫസ്റ്റ് ഷോപ്പിംഗ് മാൾ ഓഫ് കേരള. അങ്ങനെ ഓരോ ഇപ്പം ബിസിനസ് പാർക്ക്, എനിക്ക് തോന്നുന്നു ഒരുപാട് പേരെ ഞാൻ മീറ്റ് ചെയ്യായിരുന്നു. നമ്മൾ കോഴിക്കോടുള്ള ബിസിനസ് പാർക്കിലുള്ള ഒരുപാട് വെർട്ടിക്കൽസ്
ഓപ്പറേറ്റ് ചെയ്യുന്ന ഓൺടർപ്രണേഴ്സിനെ മീറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഓരോ ലൈഫുള്ള സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നുള്ള. വി ആർ സൂൺ ലോഞ്ചിങ് മോർ പ്രോജക്ട്സ് അക്രോസ് ദ സ്റ്റേറ്റ്. വെൽനെസ് പറഞ്ഞു ഓൾറെഡി, ഹെൽത്ത് കെയർ, അങ്ങനെ എഡ്യൂക്കേഷൻ ഓൾറെഡി വി ഹാവ്. ഓപ്പർച്യൂണിറ്റി കണ്ടിട്ട് ഐ എം വെരി കോൺഫിഡൻറ്റ് ഇൻ ദിസ് മാർക്കറ്റ്, ദിസ് പെർട്ടിക്കുലർ മാർക്കറ്റ് കേരള. അപ്പോൾ അതിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ സൊസൈറ്റിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ ഇങ്ങനെ ഓരോ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി കാണുന്നു അതൊക്കെ ഗ്രാബ് ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്. ഈ ഫോക്കസ് മാൾ തുടങ്ങുമ്പോൾ വലിയൊരു എതിർപ്പുണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഉള്ളതാണല്ലേ? ഇന്നിപ്പോൾ എല്ലായിടത്തും മോൾ ഇല്ലാത്ത സ്ഥലങ്ങളില്ലാത്ത രീതിയിലോട്ട് നമ്മൾ അത്രയധികം മാറിയിട്ടുണ്ട്. ഫസ്റ്റ് മോൾ വരുമ്പോൾ അങ്ങനെ ഒരു എതിർപ്പ്, ഒരു കല്ലെറിയൽ അടക്കം ആളുകളുടെ ഭാഗത്തുനിന്ന് നേരിട്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. സത്യത്തിൽ ഞങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലേ? എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേര് ഇപ്പോൾ എല്ലാവരും എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് സംരംഭമുള്ള ആൾക്കാരായിരിക്കും, എൻ്റർപ്രൈസ് ഉള്ള ആൾക്കാരായിരിക്കും. അപ്പം എല്ലാവർക്കും അറിയാം ആ ചേഞ്ച് പാസ്റ്റ് ഫ്യൂ ഇയേഴ്സിൻ്റെ ഒരു ചേഞ്ച്, ആറ്റിറ്റ്യൂഡ് ചേഞ്ചും. ഇത് ഞാൻ ഫോക്കസ് മോൾ പറയുകയാണെങ്കിൽ 2 decades ago ആണ്, ഓൾമോസ്റ്റ് 20+ years ago. അന്നത്തെ കേരളം അല്ല ശരിക്കും ഇന്നത്തെ കേരളം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അത് മിനിസ്റ്റർ നേരത്തെ പറഞ്ഞ പോലെ അത് നമ്മളെന്ന് സംസാരിച്ചാൽ മാത്രമാണല്ലോ. നമ്മൾ ഇപ്പോഴും പറയുന്നത് പഴയ കാര്യങ്ങൾ വെച്ചിട്ടാണ് കേരളത്തിനെ ജഡ്ജ് ചെയ്യുന്നത്, കംപ്ലീറ്റ്ലി പുറത്തുനിന്നുള്ളൊരു പെർസ്പെക്റ്റീവ്. അത് മാറണം. അത് എനിക്ക് തോന്നുന്നു ഫോക്കസ് മോൾ അന്ന് തീർച്ചയായിട്ടും അന്ന് എതിർപ്പും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് ഇത്രയും ഒന്ന് വലിയൊരു പ്രോജക്റ്റ് വരുന്നതുകൊണ്ടാണ്, രണ്ടാമത് കോർപ്പറേറ്റ് കമ്പനീസും ഒരുപാട് ബ്രാൻഡ്സ് വന്നതുകൊണ്ടും അങ്ങനെ ഒരുപാട് റീസൺ ഉണ്ടായിരുന്നു അതിൻ്റെ ബാക്കിൽ. പിന്നെ ഏതൊരു സംരംഭമാണെങ്കിലും ഏതൊരു മാർക്കറ്റ്സിലാണെങ്കിലും അതിൻ്റെതായ ചാലഞ്ചസ് ഉണ്ട്. ആൻഡ് ഐ തിങ്ക് നൗ ഇറ്റ്സ് കംപ്ലീറ്റ്ലി പോസിറ്റീവ്. ഇപ്പോൾ അങ്ങനെയല്ല, അന്നുണ്ടായ ഒരു എന്താ പറയുക ഒരു ആറ്റിറ്റ്യൂഡ് അല്ല ഇന്ന് നമ്മൾ ഒരു ഷോപ്പിംഗ് മോളോ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റോ മാർക്കറ്റിൽ വെക്കുമ്പോൾ. ശരി, റാഷിദ്, നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞൊരു 10 വർഷം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്രയധികം വികസനങ്ങൾ പല മേഖലകളിൽ വന്നിട്ടുണ്ട്. ഈ ബിസിനസ്സിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം ബിസിനസ് ഫ്രണ്ട്ലി ആയി മാറിയിട്ടുണ്ട് കേരളം? എൻ്റെ ഒരു അഭിപ്രായത്തിൽ കേരളം വളരെ ബിസിനസ് ഫ്രണ്ട്ലി ആണ്. കാരണം നമുക്ക് പ്രൊഡക്ഷൻ ആണെങ്കിലും ഇവിടെ വളരെ ഈസി ആയിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ചെയ്ത് നമുക്ക് ഓരോ പേപ്പേഴ്സ് നീക്കാനും ഫാസ്റ്റായിട്ട് തുടങ്ങാനും സാധിക്കും. പിന്നെ അതുകൂടാതെ ഒരുപാട് മാൻ പവേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ കേരളത്തിൻ്റെ പുറത്തും ഞങ്ങൾക്ക് ഫാക്ടറീസ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടും എപ്പോഴും തുടങ്ങാൻ കൂടുതൽ ഫാക്ടറീസ് ഞങ്ങൾ ഓപ്പൺ ചെയ്യുന്നതും നാട്ടിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെയാണ്. കാരണം ഇവിടെ ഒരുപാട് റിസോഴ്സ് ഉണ്ട്. അതുകൂടാതെ നമുക്ക് ഇലക്ട്രിസിറ്റിയിൽ ഒരുപാട് നമുക്ക് ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ ഗവൺമെൻറ് സൈഡിൽ ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ഒരു ഫുഡ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് കൂടുതലും നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആ ക്വാളിറ്റി ട്രസ്റ്റ് ചെയ്യാനും അതുകൂടാതെ നമുക്ക് എപ്പോഴും അത് നമ്മുടെ ഒരു കൺട്രോളിൽ നിർത്താനും സാധിക്കുന്നുണ്ട്. കേരളം ഞങ്ങൾക്ക് എന്തുകൊണ്ടും ഒരു ഈസിയാണ്. പക്ഷെ കമ്മിങ് ടു അതർ കൺട്രീസ് കമ്പയർ ചെയ്യുമ്പോൾ അത്രയധികം ഒരു ബിസിനസ്സിൽ വലിയൊരു പുഷ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ടോ? ഐ മീൻ പുറത്തൊക്കെ പോകുന്നവരാണ്, അവിടെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുകയും നോക്കുകയും നിരീക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. കേരളത്തിൽ ബിസിനസ്സിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ്. പിന്നെ നമ്മുടെ മാർക്കറ്റും ബേസിക്കലി കേരളം നല്ലൊരു മാർക്കറ്റാണ്. ഇപ്പോൾ ലോജിസ്റ്റിക്സ് ആണെങ്കിലും നമുക്ക് കേരളത്തിൽ നിന്നും പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ അവിടെ അയക്കാൻ പറ്റും. കൊച്ചി ഇപ്പോൾ ഇൻ്റർനാഷണലി നമ്മൾ നോക്കുകയാണെങ്കിൽ കൊച്ചി നമുക്കുള്ളതുകൊണ്ട് അതും ബൈ റോഡ് വഴി പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എല്ലാ റൂട്ടുകളും നോക്കുമ്പോഴും ഫ്രണ്ട്ലി ആണ് കേരളത്തിൽ ബിസിനസ് ചെയ്യാൻ. ശരി, അജ്മിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്രയധികം കസ്റ്റമേഴ്സ് കൂടെ നിൽക്കാനുള്ള ഒരു കാരണം എന്തായിരിക്കും? ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് തന്നെയായിരിക്കുമോ? ഓക്കെ, നമ്മളത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന പാർട്ടാണ് നമ്മുടെ ക്വാളിറ്റി. ഇതൊരു ഫുഡാണ്. അപ്പം അജ്മിയെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് ആളുകൾ ഒരു പ്രോഡക്റ്റ്സ് വാങ്ങിക്കുക. അപ്പോൾ ഇന്ന് വാങ്ങുന്ന പ്രോഡക്റ്റ് നാളെയും അതേ ക്വാളിറ്റി വേണം. അപ്പോൾ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു ഏറ്റവും വലിയൊരു ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ആയിട്ടുള്ള പ്രൊക്യൂർമെൻറ്റ് റോ മെറ്റീരിയൽസിൽ കിട്ടണം. അതിന് നമ്മൾ പലപ്പോഴും നമ്മളിപ്പോൾ ഡയറക്റ്റ്ലി പ്രൊക്യൂർ ചെയ്യുന്നത് നമ്മൾ സീഡ് കൊടുത്തിട്ട് ആ രീതിയിൽ പ്രൊക്യൂർ ചെയ്യുന്നുണ്ട്. കാരണം പല ട്രേഡേഴ്സിനോട് മെറ്റീരിയൽ എടുത്തു കഴിയുമ്പം ക്വാളിറ്റിയിൽ ഇഷ്യൂസ് വരും. അപ്പം സ്റ്റാർട്ടിങ് ലെവൽ മുതൽ നമ്മളതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് പ്രൊക്യൂർമെൻറ്റിലാണ്. അതിൻ്റെ കൺസിസ്റ്റൻസി കൊണ്ട് ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ട് കസ്റ്റമറെ ലോങ് ടൈം റൺ ചെയ്യുക എന്നുള്ളതും കസ്റ്റമറെ ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ. എന്ത് സംഭവിച്ചാലും ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്, അതാണ്. ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറയാനില്ല. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ക്വാളിറ്റിയാണ് വേണ്ടത്, എൻഡും ക്വാളിറ്റിയാണ് വേണ്ടത്. അപ്പോൾ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നത് ഒരു ക്വാളിറ്റിയുടെ പുറത്താണ്, അത് ട്രസ്റ്റ് ചെയ്യുന്നതും അതിൻ്റെ പുറത്താണ്. ശരി, ഐശ്വര്യ, ഇപ്പോൾ ഹോം അപ്ലയൻസസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഗോപു നന്ദിലത്തിന് എത്ര ഔട്ട്ലെറ്റ്സ് ആയി ഇവിടെ കേരളത്തിൽ മാത്രം ബ്രാഞ്ചസ്? ഇപ്പം 65. കേരളത്തിന് പുറത്തേക്ക് ആസ് ഓഫ് നൗ നമ്മൾ കേരളത്തിനകത്ത് മാത്രമാണ് എക്സ്പാൻഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ ഇല്ല? അപ്പോൾ ഫ്യൂച്ചർ പ്ലാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മൾ സെഗ്മെൻറ്റ് ചെയ്യുമ്പോൾ ഓരോ കൗണ്ടർ സെഗ്മെൻറ്റ് ചെയ്യുമ്പം A, B, C എന്നുള്ള കാറ്റഗറിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ്. അപ്പം
ഇപ്പോൾ എ ക്ലാസ് കൗണ്ടേഴ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും, പ്രൈം ലൊക്കേഷൻസ് കഴിഞ്ഞു. ഇപ്പോൾ ബി ക്ലാസ് കൗണ്ടേഴ്സിലേക്ക് നമ്മൾ പോവാണ്. അതായത് ഇപ്പോൾ എവറി 30 കിലോമീറ്റേഴ്സ് കൺവീനിയൻ്റ് ആയിരിക്കണം കസ്റ്റമേഴ്സിന്. ഇപ്പം എക്സാമ്പിൾ നമുക്ക് എല്ലാവർക്കും അറിയാം, സ്റ്റുഡിയോ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു എക്സാമ്പിളാണ്. എല്ലാ 30 കിലോമീറ്റേഴ്സും അല്ലെങ്കിൽ വേണ്ട ഏതൊരു ടൗൺ എടുത്താലും അവിടെ ഒരു സ്റ്റുഡിയോൻ്റെ സ്റ്റോർ ഉണ്ടാവും. അവർക്ക് നോക്കുമ്പോൾ അതേ സെയിം സ്ട്രക്ചർ, സെയിം ഇൻവെസ്റ്റ്മെൻറ്റ് വിൽ ബി ദെയർ ഇൻ ദി അതർ സ്റ്റോർ. അപ്പം അത് ദെർബൈ എന്താ ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ മെയിൻലി വോള്യം. അപ്പം നമ്മൾ ഇപ്രാവശ്യം ഈ ഒരു കുറച്ച് നാളുകളായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അത് തന്നെയാണ്. എവറി 30 കിലോമീറ്റേഴ്സിൽ ഗോപുനന്ദിലെ ജി മാർട്ടിൻ്റെ ഒരു സ്റ്റോർ വേണം എന്നുള്ളതാണ്. ഫർദർ എക്സ്പാൻഷൻ ഈ ഇയറിൽ തന്നെ കുറേ നടക്കുന്നുണ്ട്. പറഞ്ഞ പോലെ എക്സ്പാൻഷൻ ഔട്ട്സൈഡ് കേരള നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും ഒരു സമയം വരുമ്പോൾ കിക്ക് ഓഫ് ആവും. എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ. ശരി, ഇപ്പോൾ ഈ ഹോം അപ്ലയൻസസ് ആയാലും നിറയെ കോമ്പറ്റേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കോമ്പറ്റേറ്റേഴ്സ് ഒരുപാട് ഉണ്ടാകുമ്പം അതൊരു വെല്ലുവിളിയാണല്ലോ. അതിനെങ്ങനെയാണ് മറികടക്കാൻ കഴിയുന്നത്? ഞാൻ എപ്പോഴും വിശ്വസിക്കാറില്ല, എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ലെഗസി അല്ലെങ്കിൽ നമുക്കൊരു 41 ഇയേഴ്സിൻ്റെ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരാൾക്കും സ്റ്റീൽ ചെയ്യാൻ പറ്റില്ല. അപ്പം ലെഗസിയിൽ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് എന്താ? ഇമോഷൻസാണ്, ട്രസ്റ്റാണ്. അത് പലർക്കും നമ്മുടെ ചിലപ്പോൾ ബിസിനസ് പാറ്റേൺ കോപ്പി ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ ഈ പറഞ്ഞ ഒരു ഘടകങ്ങൾ ആർക്കും കോപ്പി ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ 41 വർഷം നമ്മൾ ഇൻഡസ്ട്രിയിലുണ്ടെങ്കിൽ ഒരുപാട് ഇമോഷൻസിലൂടെ, ഒരുപാട് കസ്റ്റമേഴ്സിലൂടെ കടന്നു പോയതാണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഒരു USP, അത് തന്നെയായിരിക്കണം നമ്മുടെ സ്ട്രോങ് പോയിന്റ്. അതുകൊണ്ട് തന്നെ എന്ത് കോമ്പറ്റീഷൻ വന്നാലും നമ്മൾ നമ്മുടെ എന്താണോ നമ്മുടെ കസ്റ്റമർ ഡിലൈറ്റോ എന്ത് വേണമെങ്കിൽ ആവാം, ഒരു ബ്രാൻഡിനെ സംബന്ധിച്ച് എന്താണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു ഫോക്കസ് പോയിന്റിൽ തന്നെ നമ്മൾ പോവുക. പിന്നെ കാലത്തിനനുസരിച്ച് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വന്നു, അല്ലെങ്കിൽ ഇപ്പം എന്താണോ ഒരു ട്രെൻഡ് അതിനനുസരിച്ച് നമ്മൾ ഐ ബിലീവ് ഇൻ പെട്ടെന്ന് നമ്മൾ ജെൻസി ആവാൻ ശ്രമിക്കരുത് ഇത്തരത്തിലുള്ള ബ്രാൻഡുകൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷൻസ് ഒരു പരിധി വരെ ഈ ബ്രാൻഡ്സിനുണ്ടാവും. ഇപ്പോൾ ഒരു ഇത്രയും ലെഗസിയുള്ള ബ്രാൻഡ്സൊക്കെ വരുമ്പോൾ അവർക്കൊരു ഇമോഷൻ കണക്ഷൻ ഓൾറെഡി കസ്റ്റമർ ബേസ് ഉണ്ട്. അപ്പോൾ ആ കസ്റ്റമേഴ്സിനെയും ആ ഒരു ഇമോഷൻസിനെയും നമ്മൾ അധികം ഹേർട്ട് ചെയ്യാത്ത രീതിയിലുള്ള ട്രാൻസിഷൻ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, എന്നാൽ ജെൻസിയാണ്, എന്നാൽ പാരമ്പര്യത്തിൻ്റെ ഇത് കാത്തു സൂക്ഷിക്കുന്നുണ്ടോ അതുകൊണ്ട്. അപ്പോൾ രണ്ടും കൂടെ ഉള്ളൊരു ബാലൻസ്ഡ് രീതിയിലാണ് നമ്മൾ എന്ത് കോമ്പറ്റീഷൻ വന്നാലും നേരിടാറുള്ളത്. ഇതിലോട്ട് വന്നപ്പോൾ ആദ്യം കിട്ടിയ ഉപദേശം അത് തന്നെയായിരുന്നു, ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യാൻ പാടില്ല ഐശ്വര്യ എന്ന് തന്നെയായിരുന്നോ? ഏതാ ആദ്യം കിട്ടിയ ഉപദേശം ഈ ബിസിനസ്സിലോട്ട് വന്നപ്പോൾ? ആദ്യം കിട്ടിയ ഉപദേശം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് തന്നിരുന്നത് ഡ്യൂട്ടി ഒരു എക്സ്പെൻസ് ആയിരുന്നു ഫസ്റ്റ് നോക്കാൻ തന്നിരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞിരുന്നത് നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അതനുസരിച്ച് മാത്രമേ ചിലവ് ചെയ്യാൻ പാടുള്ളൂ. അത് എല്ലാവർക്കും ഏത് ബിസിനസ്സിലായാലും നമ്മൾ എടുക്കേണ്ട ഒരു മാനദണ്ഡം അതാണ്. കൊളാട്രൽ ഉണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് ബാങ്ക് സപ്പോർട്ട് ഉണ്ടാവാം, പക്ഷെ നമ്മുടെ ഒരു കമ്പനിയുടെ വരവ് ചിലവനുസരിച്ച് വേണം നമ്മൾ ചിലവ് ചെയ്യാനായിട്ട്. അതനുസരിച്ച് വേണം നമ്മൾ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാൻ. നാളെ ഒരുപാട് വരവുണ്ടാവും എന്ന് കണ്ട് ഇന്ന് ചെലവ് ചെയ്യരുതെന്നാണോ? എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്താണോ നമുക്ക് കയ്യിലുള്ളതനുസരിച്ചാണ് നമ്മൾ എക്സ്പെൻസ് നമ്മൾ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് അതിനുള്ള വരവ് വരണം. ഇല്ലാത്ത രീതിയിൽ നമ്മൾ ചിലവഴിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ കമ്പനി കൊളാപ്സ് ആവുകയല്ലേ ഉള്ളൂ. അപ്പോൾ ആദ്യം എന്നോട് അതാ പറഞ്ഞത്, ഒരു ബ്രാഞ്ചിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു സ്റ്റോർ എടുക്കുക, അന്ന് എനിക്ക് തോന്നുന്നു ഞങ്ങൾക്കൊരു 35 ബ്രാഞ്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് ആ 35 ബ്രാഞ്ചിൻ്റെയും എക്സ്പെൻസ് നോക്കാനായിരുന്നു എൻ്റെ ആദ്യത്തെ ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത് എന്നെ നോക്കാൻ ഏൽപ്പിക്കുന്നത്, ഇതിനാണോ ഞാൻ വന്നിരുന്നത്, ഞാൻ ഡയറക്ടറായിട്ട് വരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ സംഭവമൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ അതിൽ നിന്ന് നമ്മൾ ഒരുപാട് ലേൺ ചെയ്യും. ഇന്ന് എനിക്ക് എൻ്റെ ഒരു ബ്രാഞ്ചിൻ്റെ എക്സ്പെൻസ് എത്രയാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് വന്നു, എന്തുകൊണ്ട് ഇത് വന്നു, നമുക്ക് തന്നെ ഒരു ധാരണയുണ്ടാവും. നമ്മുടെ ടീമിനെ നമുക്ക് ഉപദേശിക്കാൻ പറ്റും എന്ന് എനിക്ക് അതിൽ നിന്ന് മനസ്സിലായി. ശരി എറിൻ, ഇപ്പോഴത്തെ ഈ മാറ്റങ്ങൾക്കനുസരിച്ച് എന്തൊക്കെയാണ് ഐറിൻ്റെ ഐഡിയാസ്? ഈ ആക്സിമ ഫിൻവെസ്റ്റ് അത് കുറച്ചുകൂടെ കൂടുതൽ ബ്രാഞ്ചസ് തുടങ്ങാൻ അല്ലെങ്കിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ? ഇപ്പോൾ നമ്മൾ പറയുവാണെങ്കിൽ എല്ലാം ടെക്നോളജിയാണ്. ഗോൾഡ് ലോൺ 10 സെക്കൻഡിലും 15 സെക്കൻഡിലും തരുന്ന കമ്പനികളുണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ ടെക്നോളജി അത്ര അധികം സ്ട്രെങ്തൻ ആക്കുക എന്നുള്ളത് ഒരു മേജർ ഫോക്കസാണ്. നമ്മളെപ്പോഴും ഒരു വെബ്സൈറ്റ് നോക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് മേടിക്കുന്നതിന് മുന്നേ ആ വെബ്സൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് ഹൗ ഗുഡ് ദ കമ്പനി ഈസ്. അതായത് ഒരു ആ ഇൻ്റർഫേസ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഒരു കമ്പനിയെ തന്നെ ജഡ്ജ് ചെയ്യുന്നത്. സോ ദാറ്റ് ഗുഡ് യു ഷുഡ് ബി ഇൻ ദ ഫീൽഡ് ഓഫ് ടെക്നോളജി. അപ്പോൾ അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളും KLM ആക്സിവയിൽ നമ്മുടെ ടെക്നോളജിക്കൽ സൈഡ് ആയിക്കോട്ടെ, നമ്മുടെ കസ്റ്റമേഴ്സിന് ബ്രാഞ്ചിൽ വരാതെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ടെക്നോളജി ത്രൂ, നമ്മുടെ വെബ്സൈറ്റ് ത്രൂ, നമ്മുടെ ആപ്പ് ത്രൂ എല്ലാം ചെയ്യാൻ തക്ക വിധത്തിലേക്കാണ് നമ്മളിപ്പോൾ കമ്പനിയെ സ്ട്രാറ്റജൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്രാഞ്ചസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഫങ്ഷൻസ് ഉള്ളത് ഓവർ 6 സ്റ്റേറ്റ്സിലാണ്. അവിടെ ഓൾമോസ്റ്റ് 500+ ബ്രാഞ്ചസ് ആണ് നമുക്കുള്ളത്.
അപ്പോൾ അതിൻ്റെ ഇരട്ടി അത്ര വിധത്തിൽ നമുക്കത് ഉയർത്തുവാനും അതൊക്കെയാണ് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ആണെങ്കിലും 1600 ക്രോസ് ചെയ്യുന്നത് ഒരു 5000, നമ്മളൊരു ഓൾറെഡി ഒരു 5 ഇയർ പ്ലാനാണ് നമ്മുടെ മുന്നിൽ ഓൾറെഡി സ്ട്രാറ്റജൈസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും വലിയ ഫോക്കസ് ഇതുപോലെ ബ്രാഞ്ച് എക്സ്പാൻഷൻ മാത്രമല്ല, അവരുടെ പ്രോഫിറ്റബിലിറ്റി എത്രത്തോളം ഉണ്ട്, ഓരോ ബ്രാഞ്ചിൻ്റെ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ട് എന്നത് അളക്കുന്നതുമാണ്. ഞാൻ ഒരു ചോദിച്ചു വിട്ടേട്ടെ, ഗോൾഡ് റേറ്റ് ഒരുപാട് കൂടുകയാണല്ലോ ഇപ്പോൾ, ഓരോ ദിവസവും അതിങ്ങനെ കൂടി ഇപ്പോൾ 1 lakhന് എബോവ് കടന്നു കഴിഞ്ഞു. പണയം വെക്കുന്നത് കുറവാണോ? പണയം വെക്കുന്നത് കുറവാണെന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് തന്നെ പറയും. കാരണം അതിനത്ര ആളുകൾ നമുക്കുണ്ട്. എസ്പെഷ്യലി ഒരു ഓവറോൾ ഒരു കേസ് നോക്കുവാണെങ്കിൽ നമുക്ക് കേരളത്തിൽ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കാനാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുന്ന ഫണ്ട് റെസ്റ്റ് ഓഫ് കേരളയിൽ നല്ല മൂവ്മെൻ്റ് ആണ്. അവിടെ ഒരു ഇൻട്രസ്റ്റ് റേറ്റും സെൻസിറ്റീവ് അത്ര ആണ് എന്ന് പറയാൻ തക്ക വിധത്തിൽ അല്ല. ഗോൾഡ് റേറ്റിൻ്റെ ഇതും അങ്ങനെ പറയാൻ പറ്റത്തില്ല. അത്രയധികം ആവശ്യക്കാർ ഒത്തിരി അധികം, കാരണം എല്ലാവരുടെ കയ്യിലും പെട്ടെന്നൊരു ആവശ്യം വന്നാൽ കിട്ടുന്ന സാധനമാണ് സ്വർണം. അതെല്ലാവരുടെ വീട്ടിലും എല്ലാ ആളുകളുടെ കയ്യിലും ഒരു തരി സ്വർണം ഇല്ലാത്ത ആളുകളില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന ഒരു സോഴ്സ് ഓഫ് ഫിനാൻസ് ആയിട്ട് ഇപ്പോൾ ഗോൾഡ് ലോൺ മാറിയിട്ടുണ്ട്. അതിൻ്റെ അക്സെപ്റ്റൻസും അത്ര അധികം തന്നെയാണ്. ശരി, എറിൻ പഠിച്ചതും ഈ ഫീൽഡ് തന്നെയായിരുന്നു? ചെന്നൈയിലാണ് പഠിച്ചത്. ബികോം ഫിനാൻസ് ആണ് പഠിച്ചത്. എന്നിട്ട് ഐ വാസ് വർക്കിംഗ് വിത്ത് ബാർക്ലേസ് ബാങ്ക് ഫോർ 2 years ആൻഡ് ദെൻ റിസൈൻ ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്തത്. സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനിച്ച് റിസൈൻ ചെയ്തതിലേക്ക് വരികയായിരുന്നു? അതെ, ഞാൻ മാസ്റ്റേഴ്സിന് വേണ്ടിയിട്ടാണ് റിസൈൻ ചെയ്തത്. എന്തായിരുന്നു ആ റിസൈൻ ചെയ്യാനുള്ള ഒരു കാരണം? ഒരു കാര്യം എനിക്ക് മനസ്സിലായി, നമ്മൾ പൈസയ്ക്ക് വേണ്ടി പോയിട്ട് കാര്യമില്ല അതാണ് ബേസിക് കാരണം. ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് മനസ്സിലായി. ഞാൻ ഓർക്കുന്നു, എനിക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയപ്പോൾ എൻ്റെ കോളേജിൽ ഹയസ്റ്റ് പാക്കേജാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ലോകം കീഴടക്കി എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ജോബ് സാറ്റിസ്ഫാക്ഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിലൊരു സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു ഡിസിഷനിലേക്കാണോ അത് കൊണ്ടെത്തുന്നത് എന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് റിയലൈസ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഹാപ്പിയാണ്? അന്ന് ആ ജോലി വിട്ടുള്ള നിരാശയൊന്നുമില്ല? അന്ന് ജോലിക്ക് പോകുമ്പോൾ പലരും ചോദിച്ചിരുന്നു, സ്വന്തമായിട്ടൊരു ബിസിനസ് ഉള്ളപ്പോൾ എന്തിനാ വേറെ ജോലിക്ക് പോകുന്നതെന്ന്? അന്ന് ഞാൻ ഇങ്ങനെയാണ് കമ്പയർ ചെയ്ത്, ഇവിടെ പോയാൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അവിടെ പോയാൽ കിട്ടും, അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ അതിൽ കാര്യമില്ല എന്ന് മനസ്സിലായി. ശരി അജിൽ, നമ്മളിപ്പോൾ ഹൈലൈറ്റിൻ്റെ പല ഡൈവേർഷൻസിനെ കുറിച്ച് പറഞ്ഞല്ലോ. കൊച്ചിയിൽ തന്നെയാണ് ഇപ്പോൾ ഹൈലൈറ്റ് ബോളിവുഡ് തുടങ്ങുന്നത്, പിന്നെ വേൾഡ് ട്രേഡ് സെൻറ്റർ കേരളത്തിൽ. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ, ആ പുതിയ വർക്ക്സിനെ കുറിച്ച്, പ്രോജക്ട്സിനെ കുറിച്ച്? ഈ പറഞ്ഞ ഹൈലൈറ്റ് ബോളിവുഡ് എന്ന് പറയുന്നത് കൊച്ചിയിലുള്ള ഒരു വെല്ലിംഗ്ടൺ ഐലൻഡിലുള്ള ഒരു റീറ്റെയിൽ പ്രോജക്റ്റാണ്. ഇറ്റ്സ് എൻ ഓപ്പൺ കോൺസെപ്റ്റാണ്, ഒരു ന്യൂ കോൺസെപ്റ്റ് ടു ഇന്ത്യ. ഇങ്ങനൊരു എനിക്ക് തോന്നുന്നു എല്ലാവരും വിചാരിക്കുന്നത്, ഇപ്പോൾ പറയുന്നു, കുറച്ച് പേര് പറയുന്നു ഷോപ്പിംഗ് മാൾ ആണോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഇറ്റ്സ് നോട്ട് എ ടിപ്പിക്കൽ ഷോപ്പിംഗ് മാൾ, ഇറ്റ്സ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് വിച്ച് വി ആർ പ്രൊവൈഡിങ്. അത് റീറ്റെയിൽ, F&B എല്ലാം എൻ്റർടൈൻമെൻറ്റ്, സ്നോ പാർക്ക് എല്ലാം വരുന്നൊരു ഡിഫറെൻറ്റ് പ്രോജക്റ്റാണ്. വാട്ടർ ഫ്രണ്ട് ആണ്, 1/2 kilometer സ്ട്രെച്ചിൽ വാട്ടർ ഫ്രണ്ട്. അതാണ് കൊച്ചിയിൽ വരുന്ന ഈ ബോളിവുഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റ്. And WTC, it's again one of the world's largest WTC. ഏകദേശം 1 കോടി സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു മെഗാ പ്രോജക്റ്റാണ്, ഒരു ഡ്രീം പ്രോജക്റ്റാണ്. അത് മൾട്ടിപ്പിൾ ടവേഴ്സിലായിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫസ്റ്റ് ടവർ നെക്സ്റ്റ് മന്താണ് നമ്മൾ ഫിറ്റ് ഔട്ടിന് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ഓൾറെഡി ഫിറ്റ് ഔട്ട് സ്റ്റാർട്ട് ചെയ്തു. നെക്സ്റ്റ് മന്താണ് അതിൻ്റെ ഓപ്പണിംഗ് വരുന്നത്. ഈ മന്തിൻ്റെ നമ്മൾ വർക്ക് ഫിനിഷ് ചെയ്യുന്നുണ്ട്. അതാണ് ഫസ്റ്റ് ടവർ. അത് സ്പെഷ്യലി ഇറ്റ്സ് കോൾഡ് WTC ലേണിംഗ് പാർക്ക്. ഇറ്റ്സ് സ്പെഷ്യലി ഫോർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അങ്ങനെ ഇപ്പം കോഴിക്കോട് ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു യുണീക്ക് സ്പേസ് ഫോർ സ്റ്റുഡൻസ് ആൻഡ് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അങ്ങനെ സ്പേസ് വേണമെന്നുള്ളതിനാണ് ഞങ്ങളൊരു റെക്കോർഡ് സ്പീഡിലാണ് ശരിക്കും അത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഫ്യൂ മന്ത്സ് കൊണ്ടാണ് ശരിക്കും അത്രയും വലിയൊരു ബിൽഡിംഗ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് WTCയുടെ ഫസ്റ്റ്. അതാണ് എൻ്റെ ഒരു വലിയ സംശയം. ഇത്രയും വലിയൊരു ബിഗ് പ്രോജക്റ്റ് ആണ്, കോടികൾ മുടക്കി നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ പൂർത്തീകരിക്കാൻ പോകുന്നതാണ്. അത്രയും ആവശ്യക്കാരുണ്ടോ കേരളത്തിൽ? ഒന്ന് ഈ പറഞ്ഞ പോലെ തന്നെ, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പം നേരത്തെ മിനിസ്റ്റർ എന്ന് പറഞ്ഞു, ലിങ്ക്ഡിൻ സർവേ പറഞ്ഞു, ഒരു 40,000 പീപ്പിൾ ഹാവ് മൈഗ്രേറ്റഡ് ബാക്ക്. റിവേഴ്സ് മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്, ഓൺടർപ്രനർ റിവേഴ്സ് മൈഗ്രേഷൻ. ഇപ്പം ഈ ഇരിക്കുന്ന ആൾക്കാരെന്നെ പറഞ്ഞല്ലോ, ഒരു 5-6 വർഷം കഴിഞ്ഞ് വേറെ കമ്പനീസിലൊക്കെ വർക്ക് ചെയ്ത് തിരിച്ചു വന്നതാണെന്നുള്ളത്. അങ്ങനെ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും, അല്ലെങ്കിൽ അവരെ മക്കളും കാര്യങ്ങളൊക്കെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ബട്ട് ഐ തിങ്ക് ഒരു ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ശരിക്കും, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് കേരളത്തിലേക്ക് മടങ്ങി വരാത്തത്. അതുകൂടാതെ ഒരുപാട് പേര് പുറത്തു പോകാൻ മടിയുള്ളതും അല്ലെങ്കിൽ സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ശരിക്കും എഡ്യൂക്കേറ്റഡ് ആയിരിക്കാം, ദേ ഹാവ് മാസ്റ്റേഴ്സ് ഡിഗ്രിയും എല്ലാം കാര്യങ്ങളും ഉണ്ടാവും, പക്ഷേ പുറത്തു പോകാനും പറ്റുന്നില്ല. ഇവിടെ അതിനനുസരിച്ചുള്ള ഓപ്പർച്യൂണിറ്റി നാട്ടിലില്ല. അതുകൊണ്ട് വർക്ക് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. സോ വി ആർ ട്രൈങ് ടു ബ്രിഡ്ജ് ദാറ്റ് ഗ്യാപ്പ് ബിറ്റ്വീൻ ദ കമ്പനീസ് ആൻഡ് ദ വർക്ക് ഫോഴ്സ്. നമ്മളടുത്ത് നല്ല ക്വാളിറ്റി മാൻ പവർ ഉണ്ട് ത്രൂ ഔട്ട് കേരള. ക്വാളിറ്റി മാൻ പവർ ഐ എം സെയിങ് വെൻ കമ്പയർഡ് ടു ദി അതർ സ്റ്റേറ്റ്സ്.
ഓർ ദി അതർ പാർട്സ് ഓഫ് ദ വേൾഡ്. ആ ക്വാളിറ്റി മാൻ പവറും അങ്ങനത്തെ കമ്പനീസ് ഇവിടെ കൊണ്ടുവരുമ്പോൾ അവർക്ക് നല്ലൊരു ഗ്രേഡ് എ സ്പേസ് കൊടുക്കണമല്ലോ. അതിനാണ് ഞങ്ങൾ ഈ WTC എന്ന് പറഞ്ഞിട്ടുള്ള മെഗാ പ്രോജക്റ്റ്, ഡ്രീം പ്രോജക്റ്റ് നമ്മൾ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതും. അങ്ങനെയുള്ള ഓൾറെഡി ഒരുപാട് കമ്പനീസിന് എൻക്വയറീസ് നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ട്. ഈ ലേണിംഗ് പാർക്ക് ഓൾമോസ്റ്റ് ഫുള്ളി ലീസ്ഡ് ആണ്, ഓൾമോസ്റ്റ് ഈവൻ ബിഫോർ കംപ്ലീഷൻ. അപ്പോൾ അത്രയും നല്ല ട്രാക്ഷൻ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ആൻഡ് വി ആർ ബ്രിങ്ങിങ് മോർ പ്രോജക്ട്സ് അക്രോസ് ദ സ്റ്റേറ്റ്. ട്രിവാൻഡ്രത്ത് നമ്മളൊരു IT പാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, കൊച്ചിയിലുണ്ട്, കാലിക്കറ്റിൽ അപ്പാർട്ട് ഫ്രം WTC വി ഹാവ് കപ്പിൾ ഓഫ് അതർ IT building projects. And last week we have just signed a project, കോഴിക്കോട് ഒരു മെഗാ പ്രോജക്റ്റ്. ഈ മന്ത് നമ്മളത് ഇനോഗ്രേഷൻ ചെയ്യുന്നുണ്ട്, അല്ലെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു മെഗാ പ്രോജക്റ്റ് ആയിരിക്കും. മിനിസ്റ്റർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ GCC ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റേഴ്സ് ആൻഡ് ഡേറ്റാ സെൻറ്റേഴ്സ് ഒക്കെ കൊണ്ടുവരാനുള്ള ഒരു മെഗാ പ്രോജക്റ്റ് ആയിരിക്കും അത്. കോഴിക്കോട് എവിടെയാണത്? യു ക്യാൻ ജസ്റ്റ് വെയിറ്റ് ഫോർ ഫ്യൂ മോർ ഡേയ്സ് ഓർ ഫ്യൂ വീക്സ്. ഈ മന്തിൽ നിന്ന് നമ്മൾ അത് അനൗൺസ് ചെയ്യുന്നുണ്ടാവും. അതൊരു മെഗാ പ്രോജക്റ്റ് ആണ്, അഗെയിൻ നെക്സ്റ്റ് ഡ്രീം പ്രോജക്റ്റ്. ആൻഡ് വി ഹാവ് അതർ റീറ്റെയിൽ. ഇപ്പം നേരത്തെ ഡിസ്കഷനിൽ ചോദിക്കായിരുന്നു, ഇപ്പം ഇങ്ങനത്തെ കമ്പനീസൊക്കെ വരുമ്പോൾ ഇത്രയും 1 ലക്ഷം 2 ലക്ഷം ആൾക്കാരൊക്കെ വരുമ്പോൾ അവർക്ക് വേണ്ട സോഷ്യൽ കണക്റ്റഡ് ആൾക്കാർ പ്ലാറ്റ്ഫോംസ് വേണമല്ലോ. അതാണ് നമ്മൾ ഓൺ ദി അതർ സൈഡ് വി ആർ ക്രിയേറ്റിംഗ് മോർ റീറ്റെയിൽ സ്പേസസ് ലൈക്ക് ബോളിവുഡ് പോലെ, അല്ലെങ്കിൽ അപ്പാർട്ട് ഫ്രം ദാറ്റ് വി ഹാവ് അതർ 10 ഷോപ്പിംഗ് മോൾസ് അണ്ടർ വേരിയസ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ അങ്ങനത്തെ പ്രോജക്ട്സ് നമ്മൾ അതുകൊണ്ടാണ് അതും കേറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു അസറ്റ് ക്ലാസ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഹൗസിംഗ് നീഡും ഉണ്ട്, അതുകൊണ്ട് ഹൗസിംഗും നമ്മൾ ത്രൂ ഔട്ട് കേരള ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ശരി, റാഷിദ് ഈ ബിസിനസ് ഫീൽഡിലോട്ട് വന്നത് ശേഷം റാഷിദ് നേരിട്ടുള്ള ഒരു ഏറ്റവും വലിയൊരു വെല്ലുവിളി, ഒരു പ്രതിസന്ധി എന്തായിരിക്കും? ഒരു ദിവസം ഓരോ പ്രതിസന്ധി ഉണ്ടാവും, അതിനെ ഓപ്പർച്യൂണിറ്റീസ് ആക്കുകയാണ് ഒരു ബിസിനസ്സുകാരൻ്റെ സക്സസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓരോ ദിവസം ഓരോ പ്രതിസന്ധികളുണ്ട്, അതിനെ ഓപ്പർച്യൂണിറ്റീസ് ആക്കുമ്പോഴാണ് ബിസിനസ് സക്സസ് ആവുക. അപ്പോൾ ഇന്നെന്താണ് സംഭവിക്കുന്നത്? എന്തായാലും ഒരു ബിസിനസ്സുകാരൻ ഗ്രോയിങ് ചെയ്യുന്നതോ അല്ലാത്ത ഒരു ബിസിനസ്സുകാരന് ഒരു പ്രതിസന്ധി ഉണ്ടാവും. അത് ഓരോ മണിക്കൂറിലും ഉണ്ടാവും, ഓരോ ദിവസവും ഉണ്ടാവും. ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഫുൾ ടെൻഷൻ ആണോ? നമ്മളിങ്ങനെ ഒരു ബിസിനസ് മാൻ എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെ തല പോകും, ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കണം, ആ ഒരു കൈൻഡ് ഓഫ് ബിസിനസ് മാൻ ആണോ റാഷിദ്? ഒരിക്കലല്ല. ബിസിനസ് അത് എൻജോയ് ചെയ്ത് ബിസിനസ് ചെയ്യണം. കാരണം അതൊരു പാഷനായിട്ട് നമ്മളതിനെ കൊണ്ട് നടക്കണം. ഞാൻ പറഞ്ഞത് തന്നെ, ഓപ്പർച്യൂണിറ്റീസ് ആക്കുകയാണ് നമ്മൾ ചാലഞ്ചസിനെ. അപ്പം ഇത് എൻജോയ് ചെയ്ത് നമുക്ക് അറിയാതെ തന്നെ ഇതൊരു ഗ്രോത്തിലോട്ട് സംഭവിക്കും. അപ്പോൾ അതിനൊപ്പം ഡ്രൈവ് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ നമ്മുടെ ബ്രാൻഡിൻ്റെ പേരിൽ അറിയപ്പെടുക അജ്മി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഞങ്ങൾ ഏറ്റവും ഒരു 60 രൂപ മുടക്കി അജ്മിയുടെ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ ആളുകൾക്ക് പറ്റും. അപ്പോൾ ഓൾമോസ്റ്റ് എവിടെ ആളുകൾ കണ്ടാലും വൺസെങ്കിലും ഒരു അജ്മി യൂസ് ചെയ്ത ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും, അത് എക്സ്പീരിയൻസ് ചെയ്തവരെ കാണാൻ സാധിക്കും. അപ്പം നല്ലതാണെന്ന് പറയുമ്പോൾ ഉള്ള സന്തോഷവും നമ്മുടെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടായിട്ട് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. എങ്ങനെയാണ് അജ്മിയുടെ എക്സ്പാൻഷനുള്ള ഐഡിയാസ് എന്തൊക്കെയാണ് റാഷിദ്? അജ്മി ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ സെക്ഷനിൽ പറയുന്നതിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ്. കാരണം ഇവർ കേരളത്തിൽ ബിൽഡ് ചെയ്യുമ്പോൾ ഞങ്ങൾ കേരളത്തിൻ്റെ പുറത്തുള്ള കസ്റ്റമേഴ്സിനെ എങ്ങനെ അജ്മിയെ എത്തിക്കാൻ പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഇത് ഞങ്ങളുടെ നാട്ടിൽ മാത്രം ഉണ്ടായിരുന്ന പ്രൊഡക്റ്റ്, പിന്നെ കേരളത്തിൻ്റെ പുറത്തോട്ട് കൊണ്ടുപോയി, പിന്നെ അത് ഇൻ്റർനാഷണലി കൊണ്ടുപോയാണ്. ഫസ്റ്റ് GCC കൺട്രീസുകളിലുണ്ട്, പിന്നെ യൂറോപ്പിലായി, US-ലായി. അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ വെയർ ഹൗസസിൽ ഇട്ടിട്ട് അവിടെ നിന്ന് സപ്ലൈ ചെയിൻ സെറ്റ് ചെയ്ത് അവിടെയുള്ള ചെറിയ ഷോപ്പിലും മലയാളി ഷോപ്പിലും അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റോറിലും അജ്മി വെച്ചുകൊണ്ട് ഇവിടെ നിന്ന് ആര് മൈഗ്രേറ്റ് ആയോ അവരെയൊക്കെ നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഗോൾസ്. കാരണം ഇവിടെ നിന്ന് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തവർക്ക് ഡെഫിനറ്റ്ലി അവിടെ പോയി കഴിയുമ്പോൾ അവർ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യും. പിന്നെ മലയാളികൾക്ക് എസ്പെഷ്യലി ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുക ഫുഡായിരിക്കും. അവരുടെ ഓതൻറ്റിക് ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഹാപ്പിയാണ്. അപ്പോൾ അങ്ങനെ എല്ലാ എടുത്തും മലയാളി എവിടെയുണ്ടോ അവിടെയൊക്കെ അജ്മി എത്തിക്കുക, അതാണ് ഞങ്ങളുടെ മോട്ടോ. ഇപ്പോൾ ഒരു എത്ര ലക്ഷം കസ്റ്റമേഴ്സ് ഉണ്ടാവുമെന്നാണ് കരുതുന്നത്? അജ്മി ഏകദേശം ഞങ്ങളിപ്പോൾ ഒരു 2 ലക്ഷം കിലോ പ്രൊഡക്ഷനുള്ള ഒരു കമ്പനിയാണ്. അറൗണ്ട് ഒരു 25 lakhs പീപ്പിൾസ് ഡെയിലി അജ്മി ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് ക്ലബ് ചെയ്ത് വരുമ്പോൾ ഒരുപാട് ആളുകൾ ബേസിക്കലി ഇത് കഴിക്കുന്നുണ്ട്. എല്ലാ ദിവസവും നമ്മുടെ പ്രൊഡക്റ്റ് അല്ല വേറെ ഡിഫറെൻറ്റ് മെനൂസ് ചൂസ് ചെയ്താൽ പോലും വീക്കിലി വൺസ് ആൻഡ് ടോയ്സ് ഒക്കെ അജ്മി യൂസ് ചെയ്താലും ഒരുപാട് 1 CR above ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടോ. റാഷിദ് മാത്രമല്ലോ, ഹെൽപ്പ് ചെയ്യാൻ സഹോദരങ്ങൾ കൂടിയില്ലേ അല്ലേ? അതെ, ഞങ്ങൾ 2 സഹോദരന്മാരുണ്ട്. നിങ്ങൾ 3 പേരും ചേർന്ന് തന്നെയാണ് ഡിസിഷൻസ് എടുക്കുന്നത്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതൊക്കെ? അല്ല, ഇപ്പോൾ ഫാദർ ഓൺ ഡേ ടു ഡേ ആക്ടിവിറ്റിയിൽ ഫാദർ ഹെൽപ്പ് ചെയ്യാറില്ലെങ്കിലും ഞങ്ങളൊരു ഡിസിഷൻ എന്ന രീതിയിൽ ഞങ്ങൾ എപ്പോഴും ഇപ്പോൾ അഡ്വൈസബിളായിട്ട് നിൽക്കുന്ന ഒരു മെമ്പറാണ് ഫാദർ. അപ്പം എന്തൊരു മേജർ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു കൂട്ടമായൊരു ഡിസ്കഷൻ, അത് ഞങ്ങളുടെ ഒരു സക്സസിൻ്റെ ഒരു ഫാക്റ്റാണ്. അശ്വര, എനിക്ക് ഷിൻടെക്കിനെ കൂടി ചോദിക്കാണ്ട്, എങ്ങനെയാണ് ഷിൻടെക് എന്നൊരു ഐഡിയയിലേക്ക് എത്തുന്നത്? ആക്ച്വലി വാട്ട് ഈസ് ഷിൻടെക്?
നമുക്ക് എല്ലാവർക്കും അറിയാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന നമ്മുടെ ഇടയിലൊക്കെ ഒരു തരംഗമായത് പാൻഡമിക് വന്നപ്പോഴായിരുന്നു. ഈ ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ബ്രാൻഡ് വീട്ടിൽ ഇരുന്ന് തന്നെ നമുക്ക് ബിസിനസ് ചെയ്യാമെന്ന് ഒരുപാട് ബ്രാൻഡ്സ് അങ്ങനെ ഉത്ഭവിച്ച ടൈമായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നു നമുക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താലോ എന്നുള്ളത്. പക്ഷേ ഞാനപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു ഫേസ്, സത്യം പറഞ്ഞ ദിവ്യ, ഞാൻ ഒരു ഫേസ്, നല്ലൊരു ഫേസ് വേണം എന്ന് ആലോചിച്ചിരുന്ന സമയത്ത് ഇങ്ങനെ വിചാരിക്കും, ഒരു വ്യക്തിനെ ഞാൻ ഹയർ ചെയ്ത്, നമ്മൾക്ക് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണ്, നമ്മളൊരു ബ്രാൻഡിൻ്റെ ഫേസായി ഒരാളെ കൊണ്ടുവരുമ്പോൾ അതിനകത്തൊരു കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. കുറച്ച് കഴിയുമ്പോൾ അവർ വേറെ ബ്രാൻഡിലേക്ക് പോവാം, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ കുറച്ചുകൂടി വേറെ ഓപ്പർച്യൂണിറ്റി വരും. അപ്പോൾ ഇത്ര നാൾ നമ്മൾ ആ ബ്രാൻഡിൻ്റെ ഫേസായി കൊണ്ടുവന്ന ആൾ പെട്ടെന്ന് മാറുകയാണ്. അപ്പം ഞങ്ങളുടെ ബ്രാൻഡിനെ എപ്പോഴും അച്ഛൻ തന്നെയായിരുന്നു അതിൻ്റെ ഫേസ്. നന്ദല ജിമാർട്ട് എന്ന് പറയുമ്പോൾ ഗോപു നന്ദല, അതുകൊണ്ടാണ് വേറൊരു അംബാസിഡർ ഇല്ലാത്തത്. സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെ ആ ഒരു ലെഗസി അങ്ങനെ പോയപ്പോൾ അച്ഛൻ്റെ ഒരു തോട്ടിൽ എന്തിനാണ് ബ്രാൻഡ് അംബാസിഡർ എന്നുള്ളതായിരുന്നു. ഐ മൈറ്റ് ബി കംപ്ലീറ്റ്ലി റോങ് ഫോർ അനദർ പേഴ്സൺ, ബട്ട് ദെൻ ദിസ് ഇസ് ഫ്രം അവർ പെർസ്പെക്റ്റീവ് ദാറ്റ് യുനോ ബ്രാൻഡിനെ എപ്പോഴും നമ്മൾ തന്നെയായിരിക്കണം നമ്മുടെ ബ്രാൻഡ് ഐഡൻറ്റിറ്റി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മാർക്കറ്റിംഗ് ടീമിനോട് പറഞ്ഞു, ഒരു മാസം സമയമുണ്ട്, എത്രയും പെട്ടെന്ന് നമുക്കൊരു പേജ് സ്റ്റാർട്ട് ചെയ്യണം, പ്രൊഡക്ട്സിനെ പറ്റി അറിയിക്കണം. കാരണം എപ്പോഴും നന്ദല ജിമാർട്ട് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ കേൾക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഒരു TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ദർ ആർ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മൾ ചെയ്യുന്ന സ്റ്റീം അയൺസ് ഉണ്ട്, അല്ലെങ്കിൽ ഡിഷ് വാഷേഴ്സ് ഉണ്ട്, റോബോ വാക്യൂം ക്ലീനേഴ്സ് ഉണ്ട്. ഇതൊക്കെ ചിലപ്പോൾ ഇന്ന് അറിയുന്നുണ്ടാവാം ഷീൻ ടെക് ത്രൂ, അറിയാത്തവരും ഉണ്ടാവാം. പക്ഷേ എന്നിരുന്നാലും എനിക്ക് അതൊക്കെ അറിയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് മാർക്കറ്റിംഗ് ടീമിനോട് പറഞ്ഞു, മാഡം എനിക്ക് തോന്നണില്ല, വേറെ ആൾക്കാരെ എടുക്കണ്ട, മാഡത്തിന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ദാറ്റ്സ് വെൻ ഐ ക്ലിക്ഡ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിത് ക്യാമറയുടെ മുമ്പിലിരുന്ന് സംസാരിക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഹൂവർ ഇസ് ഡൂയിങ് ദാറ്റ്, ദേ ആർ ഡൂയിങ് എ ഗുഡ് ജോബ്. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിച്ചിരുന്നു എങ്ങനെയാണ് ഈ ക്യാമറയുടെ മുമ്പിലൊക്കെ ഇരുന്ന് സംസാരിക്കുക. അന്ന് ഈ പാൻഡമിക്കിൻ്റെ സമയത്ത് നമ്മൾ കുറച്ച് റീല് ചെയ്യും, ഡാൻസ് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളല്ലാതെ ഒരു ക്യാമറ ഫേസ് ചെയ്ത് സംസാരിക്കുക എന്നുള്ളത് എനിക്ക് ആലോചിക്കാൻ കൂടെ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു 4 വീഡിയോ നമ്മൾ ചെയ്ത് നോക്കും, മാക്സിമം ഒരു 5 വീഡിയോ. അതിനുള്ളിൽ റെസ്പോൺസ് കിട്ടിയില്ലെങ്കിൽ വി വിൽ ഹാൻഡ് ഓവർ ടു സമ്മൺ, ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേജ് നോക്കട്ടെ എന്ന് വെച്ചു. അങ്ങനെ ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്യുകയാണ് ചെയ്തത്. അത് ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ല റെസ്പോൺസായിട്ട്, നല്ലതാന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. 3ാമത്തെ വീഡിയോ ഇതേപോലെ തന്നെ ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ്, അതാണ് ഞാൻ എപ്പോഴും അതിൽ നിന്ന് മനസ്സിലാക്കി. കാരണം ഒരു ബ്രാഞ്ച് വിസിറ്റിന് പോയ സാഹചര്യത്തിലാണ് ഞങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, പ്രീതി എന്ന ബ്രാൻഡിൻ്റെ കൊക്കോസ്റ്റ, അതായത് ഇലക്ട്രിക് ഇതായിട്ട് നമുക്ക് കോക്കനട്ട് ഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം സാധാരണ നമുക്ക് ഇന്ത്യൻ കുക്കിംഗ് സ്റ്റൈലിൽ, കേരള കുക്കിംഗ് സ്റ്റൈലിൽ നാളികേരം എന്ന് പറഞ്ഞ് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണല്ലേ. അപ്പോൾ ഇപ്പോൾ ന്യൂലി മാരീഡ് ആയിട്ടുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ ജെൻസി ഓഡിയൻസിനോ എല്ലാവർക്കും ഒരു കുറച്ചുകൂടി ഈസി വേയിൽ കോക്കനട്ട് ഗ്രേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്കൊക്കെ ചോദിച്ചു, എനിക്ക് എൻ്റെ അമ്മ ചിരകുന്ന പോലെയൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു, ഒരു ബ്രാഞ്ച് വിസിറ്റിന് പോയപ്പോൾ ഈ പ്രൊഡക്റ്റ് എന്താണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മാനേജർ പറഞ്ഞു, ഇത് ഇലക്ട്രിക് ഇതിൽ ചെയ്യുന്ന ഇതാണ്, കോക്കനട്ട് ഗ്രേറ്ററാണ്. ഇവർ കൊള്ളാലോ ഈ സംഭവം. അപ്പം ഇത് ക്രോക്കറി സെക്ഷനിലാണ് ഇരിക്കുന്നുണ്ടാകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഇതെന്താ ക്രോക്കറി സെക്ഷനിൽ വെച്ചിരിക്കുന്നത്, താഴെ വെക്കൂ, എന്നാലാണ് ഇതിന് വേണ്ടി, അത് താഴെ വെക്കൂ ഇൻ ദ സെൻസ് താഴത്തെ ഫ്ലോറിലേക്ക് കൊണ്ടുവരൂ, കസ്റ്റമർ വാക്കിനുള്ള സ്ഥലത്ത് കുറച്ച് ഏരിയയിലൊക്കെ ആയിട്ട് ഇത് വെച്ചാലാണ് എൻക്വയറി ഉണ്ടാവുള്ളൂ. കാരണം ബ്രാൻഡിൻ്റെ ഭാഗത്തുനിന്ന് അതിനുള്ള തക്കതായിട്ടുള്ള ഒരു എന്താ പറയുക മാർക്കറ്റിംഗ് ഒന്നും അവർ ചെയ്തില്ല. പ്രീതി എന്ന് പറയുന്നത് അറിയാലോ, പ്രീതി എന്ന് പറഞ്ഞാൽ ദേ ആർ വെരി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഹോം കിച്ചൺ അപ്ലയൻസസ്. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റിന് എന്തുകൊണ്ടോ അവർ വളരെ സൈലൻ്റായിട്ട് ലോഞ്ച് ചെയ്ത പോലെ എനിക്ക് തോന്നി. അപ്പോൾ എൻ്റെ 3rd പ്രൊഡക്റ്റ് ഷീൻ ടെക്കിൽ കൊക്കോസ്റ്റോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ആ വീഡിയോ ചെയ്തു. എനിക്ക് ഫസ്റ്റ് തന്നെ എനിക്ക് മില്യൺസ് അടിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ പ്രസൻറ്റേഷൻ ഓർ എനിത്തിങ്, ഇറ്റ്സ് ജസ്റ്റ് ദ പ്രൊഡക്റ്റ് എന്നുള്ളത്. കാരണം ആ പ്രൊഡക്റ്റിൽ ഞാനിങ്ങനെ പറയുന്നത്, തേങ്ങ ചിരകാം, ഇനി ചെറപറ എന്ന് പറഞ്ഞ് തേങ്ങ ചിരകാമെന്ന് പറഞ്ഞു. ആ ചെറപറ എന്ന് പറയുന്ന ചെറപറ പോലെ തന്നെ വ്യൂസ് പോയി, ഷെയർ പോയി. യു വോണ്ട് ബിലീവ്, പ്രീതി കമ്പനിയിൽ പോലും അത്രയും സ്റ്റോക്ക് ഉണ്ടാകുന്നില്ല ആ പ്രൊഡക്റ്റിന്. അവർ പോലും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല ആ പ്രൊഡക്റ്റ് അത്രയും ഹിറ്റ് ആവും എന്നുള്ളത്. എന്നിട്ട് തന്നെ പ്രീതിയുടെ മാനേജിങ് ഡയറക്ടർ എന്നെ വിളിച്ച് ദേ സെഡ് കൺഗ്രാജുലേഷൻസ്. കാരണം അവർ പോലും എക്സ്പെക്ട് ചെയ്യാത്ത ഓവർ ഹൈപ്പ് ആ പ്രൊഡക്റ്റിന് കിട്ടി. സോ ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ദ ബ്രാൻഡിന് നമുക്ക് വേണ്ടത് എന്താ, ആ ബ്രാൻഡിൻ്റെ യുണീക്നെസ് ഉണ്ടെങ്കിൽ ഏത് ബ്രാൻഡും ഹിറ്റ് ആവും എന്നുള്ളത് എനിക്ക് അന്ന് മനസ്സിലായി. അപ്പം ഷീൻ ടെക്, ഓവർ ടു യു, ലൈക്ക് പറഞ്ഞ പോയിന്റിന്, ഷീൻ ടെക് എന്നുള്ള ഒരു ബ്രാൻഡ്, ഒരു പേജ് ഞാൻ തുടങ്ങാനുള്ള റീസണും അതുകൊണ്ട് തന്നെയായിരുന്നു. കാരണം നമ്മുടെ ബ്രാൻഡിനെ നമ്മളല്ലാതെ വേറെ ആരുമില്ല ഇത്ര ഓത്തൻറ്റിസിറ്റിയോടുകൂടി സംസാരിക്കാനായിട്ട്. ഞാനൊരിക്കലും എൻ്റെ ബ്രാൻഡിനെ വിട്ട് പോവില്ലല്ലോ.
ആ ഒരു ഇതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് മാർക്കറ്റിംഗ് ബഡ്ജറ്റ് എനിക്ക് സേവ് ചെയ്യാൻ പറ്റും. ഞാൻ എന്തിനാ വെറുതെ ഒരു ബ്രാൻഡ് അംബാസിഡറിന് പോയി പൈസ കൊടുക്കേണ്ട ആവശ്യമുള്ളത്. അങ്ങനെ ഞാൻ ആ ഒരു കോൺഫിഡൻസ് ഗ്യാദർ ചെയ്തു. ഇന്ന് ഞാൻ വീഡിയോസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വന്ന സ്ഥലത്തുനിന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് പ്രോഗ്രസ് ചെയ്ത പോലെ തോന്നും. ആ ബ്രാൻഡിന് കുറച്ചും കൂടി ഒരു അപ്സ്കെയിൽ ചെയ്യാൻ പറ്റി, ഐഡൻറ്റിറ്റി കൊടുക്കാൻ പറ്റി. ഇൻഫാക്റ്റ് ഷീൻ ടെക്കിൽ കൊണ്ടുവരുന്ന ഓരോ വീഡിയോസിൻ്റെയും യുണീക്ക്നെസ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം പ്രൊഡക്ട്സുകൾക്ക് എല്ലാത്തിനും ഇന്ന് യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ദർ വിൽ ബി അതിൻ്റെ ടെക്നോളജിയെ പറ്റി പറയാനൊക്കെ ഒത്തിരി വീഡിയോസ് ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഷീൻ ടെക്കിൽ ഞാൻ ഫോക്കസ് ചെയ്യാറുള്ളത് കോമൺ മെൻ പ്രോബ്ലംസ് ആണ്. ഇപ്പം ഒരു വാഷിംഗ് മെഷീൻ വാങ്ങണമെങ്കിൽ വാഷിംഗ് മെഷീൻ നമുക്ക് എല്ലാവർക്കും അറിയാം, തുണി കഴുകാനുമാണ്, അല്ലെങ്കിൽ ഡ്രയറും ഒക്കെ ഉള്ളതുണ്ട് എന്നൊക്കെ ഉള്ളത് അറിയാം. പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് അതിൻ്റെ ചിലപ്പോൾ പുതിയൊരു ആഡ് ഓൺ ഫീച്ചർ എങ്ങനെയാണ് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് യൂസ്ഫുൾ ആവുക. അതായിരുന്നു എൻ്റെ മെയിൻ തോട്ട് അബൌട്ട് ഷീൻ ടെക്. അത് ഇന്ന് സക്സസ്ഫുള്ളായി 2 വർഷമായിട്ട് പോകുന്നു. ബ്രാൻഡിനെ ഒരു രീതിയിൽ എനിക്കത് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. യെസ്. എറിൻ, ഈ ഒരു ഡിസിഷൻ മേക്കിംഗ് പൊസിഷനിലേക്ക് സ്ത്രീകൾ എത്തുമ്പോൾ, അല്ലെങ്കിൽ ഈ ഫിനാൻസ് കൈകാര്യം ചെയ്യുന്നതിലേക്കൊക്കെ ഒരു സ്ത്രീകൾ എത്തിച്ചേരുമ്പോൾ പൊതുവെ ഒരു അക്സെപ്റ്റൻസ് കുറവാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? സ്ത്രീകൾ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഓക്കെ അല്ല, അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കാം എന്ന തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടോ പൊതുവെ ആളുകൾക്കിടയിൽ? എനിക്ക് തോന്നുന്നു സ്ത്രീകൾ എടുക്കുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വരുമെന്ന് തോന്നുന്നു. ഇപ്പോൾ എൻ്റെ വീട്ടിലെ ഓരോ കാര്യങ്ങളും വാങ്ങുന്നതും എല്ലാം എൻ്റെ അമ്മയാണ് ചെയ്യുന്നത്. വീട്ടിലെ ഫിനാൻസ് മാനേജർ അമ്മയാണ്. സോ അത് തന്നെ വലിയൊരു എക്സാമ്പിളാണ്. എനിക്ക് തോന്നുന്നു മിക്ക വീടുകളിലും പ്രത്യേകിച്ച് ഫാദേഴ്സ് തിരക്കുള്ളവരാണെങ്കിൽ അമ്മമാരാണ് ആ ജോലി ചെയ്യുന്നത്. കൂടാതെ അമ്മയും ഡയറക്ടറാണ്, അമ്മ അവിടെയും ചെയ്യുന്നു ഇവിടെയും ചെയ്യുന്നു. സോ ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് ബെറ്റർ. കാരണം സ്ത്രീകൾക്ക് ആ ഒരു എഡ്ജ് ഉണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും ചിലവാക്കുമ്പോൾ ഇത് ഞാൻ ഇത്ര ചിലവാക്കിയ അതിനുള്ള വരവ് എനിക്കുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടാണ് ചിലവാക്കാറ്. അപ്പോൾ ആ ഒരു എഡ്ജ് ഉണ്ടെന്നാണ് ഇൻബോണായിട്ട് അങ്ങനെ ഒരു കഴിവ് സ്ത്രീകൾക്കുണ്ടെന്ന് ഞാൻ പറയും. ശരി, എന്തായാലും ഇപ്പോൾ മാറ്റങ്ങളാണല്ലോ നമ്മുടെ സമൂഹത്തിലും മൊത്തത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബിസിനസ് എന്ന് പറയുമ്പോൾ അതിന് ഡിജിറ്റൽ മീഡിയ, സോഷ്യൽ മീഡിയ കൂടി കുറെ കൂടി ഉപയോഗിച്ചുകൊണ്ട് അതിലേക്ക് കൂടി ഡെവലപ്പ് ചെയ്ത് അതിലൂടെ ആളുകളിലേക്ക് എത്തുകയാണല്ലോ. KLMൻ്റെ പ്ലാൻ എന്താണ് ആ കാര്യത്തിൽ? ഇപ്പോൾ ഐശ്വര്യ പറഞ്ഞ പോലെ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഗോൾഡ് ലോൺ ആണ്. അത് നമ്മളൊരു റീച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല ഗോൾഡ് ലോൺ. സോ ഇൻഡസ്ട്രീസ് വൈസ് ഇറ്റ്സ് റിയലി ഡിഫറെൻറ്റ് ആൻഡ് ഇറ്റ്സ് ഡിഫിക്കൽട്ട് ആസ് വെൽ. സോ നമ്മൾ യൂഷ്വലി സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് നമ്മുടെ മീഡിയ പ്രസൻസ് സ്ട്രോങ് ആക്കാനാണ്. അതായത് KLM ആക്സിവ എന്ന ബ്രാൻഡ് ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു, ഇതൊക്കെയാണ് ഇവർ ചെയ്യുന്നത് എന്ന കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ആ ബ്രാൻഡ് പ്രസൻസ് കുറച്ചുകൂടെ കൂട്ടാനാണ് നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ത്രൂ മൗത്ത് പബ്ലിസിറ്റി ആണല്ലേ, ആളുകൾ പറഞ്ഞു ആ ഒരു വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെ മാത്രമല്ല, അതൊരു ഘടകമാണ്. എന്നിരുന്നാലും സോഷ്യൽ മീഡിയ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലെ ബ്രാൻഡിനെ കുറച്ചുകൂടെ ഇത് ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളാണ് ഈ ബ്രാൻഡ് ഇപ്പോൾ ചെയ്യുന്നത്, അതായത് ടോക്ക് ഓഫ് ദ ടൗൺ ആവുക. അത് എപ്പോഴും നമുക്ക് ഒരു പ്രസൻസ് ഇൻവോൾവ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നാറുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ പണ്ടൊക്കെ ഇപ്പോൾ എൻ്റെ ഫാദറിൻ്റെയൊക്കെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ എപ്പോഴും പത്രത്തിൽ പരസ്യം കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ന്യൂസിൽ പ്രമോഷൻ കൊടുക്കുക എന്ന ഒരു ചിന്താഗതിയാണ്. അപ്പോൾ അതിൽ നിന്ന് പിടിച്ചെടുക്കാനും ഇച്ചിരി പാടാണ്. ബിക്കോസ് കുറച്ചുകൂടെ ഒരു മുതിർന്ന ആളുകൾ എല്ലാ ദിവസവും പത്രം വായിക്കുന്നു, അവിടെ ഒരു കോളം അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെന്റ് കാണുന്നു, അതിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ആളാണ്. വായിക്കുന്നവർക്ക് വളരെ കുറവാണ്. എന്നെ സംബന്ധിച്ച് പത്രത്തിൽ വരുന്ന പബ്ലിസിറ്റിനേക്കാൾ ഞാൻ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന ഗൂഗിൾ ആഡ്സ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ത്രൂ ഉള്ള മാർക്കറ്റിംഗ്, അങ്ങനെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനാണ് ഞാൻ ഫോക്കസ് കൊടുക്കുന്നത്. ശരി, ഇതിൽ KLM ആക്സിവയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനാണോ, അതോ എനി അതർ ബിസിനസ് പ്ലാൻസ്, ഫ്യൂച്ചർ പ്ലാൻസ് വേറെ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ KLM ആക്സിവയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനാണ്. ഈ ബ്രാൻഡിനെ എങ്ങനെ അടുത്ത സ്കെയിലേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഇതെങ്ങനെ കുറച്ചുകൂടെ ഇപ്പം നമ്മൾ കുറച്ചുകൂടെ സദേൺ ഇന്ത്യയിലാണ് കുറച്ചുകൂടെ ഫോക്കസ് ഉള്ളത്. അതിനെ കൂടുതൽ എത്രത്തോളം ബ്രാഞ്ചുകളിൽ വ്യാപിക്കാവോ അത്രത്തോളം എത്തിക്കുക എന്ന ഒരു മേജർ അത് തന്നെയാണ് വിഷൻ. യെസ്, ഓക്കെ അജിൽ, ഇവിടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ബിസിനസ് ഫ്രണ്ട്ലി ആണ് എന്ന് പറഞ്ഞു. ഏറ്റവും വലിയ വെല്ലുവിളി കൺസ്ട്രക്ഷൻ ഫീൽഡിലോട്ട് വരുമ്പോൾ ഈ ലാൻഡ് പ്രൊക്യൂർമെന്റ് തന്നെയാണോ? അതെ, തീർച്ചയായും. എനിക്ക് തോന്നുന്നു ലാൻഡ് അവൈലബിലിറ്റി ആണ്. എനിക്ക് തോന്നുന്നു നല്ലൊരു ലാൻഡ് അവൈലബിലിറ്റി ആണ് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത്. കാരണം കേരളത്തിൽ ലിമിറ്റഡ് ലാൻഡേ ഉള്ളൂ. എല്ലാവർക്കും അറിയാം, കേരളത്തിൻ്റെ മേലെന്ന് താഴോട്ട് വരെ പോകുമ്പം എവറി ടൈം ഐ സേ ദാറ്റ് ഇറ്റ്സ് എ ബിഗ് സിറ്റി ദാൻ എ സ്റ്റേറ്റ്. കാരണം മേലെന്ന് താഴെ വരെ കംപ്ലീറ്റ്ലി കണക്റ്റഡാണ്. ഒരു വേഗമായിട്ട് കിടക്കുന്ന ഒരു പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ലാൻഡ് പാസിൽ നമുക്ക് ഒരിക്കലും അത്ര ഈസിലി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും. അതെന്നെ എനിക്ക് തോന്നുന്നു എപ്പോഴും ഒരു ചാലഞ്ച് ആയിട്ടുള്ളത്. ശരി, ഇപ്പോൾ പറഞ്ഞല്ലോ WTCയെ കുറിച്ച് പറഞ്ഞു, ബോളിവുഡിനെ കുറിച്ച് പറഞ്ഞു. ഇതല്ലാതെ ഇനി ഏതൊരു ഫീൽഡിലോട്ട്, ഏതൊരു ഡൈവേർഷനിലോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്? അജിലിന് അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? So next 5 years
ഐ സ്ട്രോങ്ലി സേ ദാറ്റ് ഇറ്റ്സ് കേരളാസ് ഡെക്കേഡ്. നെക്സ്റ്റ് 5 ഇയേഴ്സിലേക്കാണ് നമ്മൾ 10 years ഓഫ് കോഴ്സ് ആ ഡെക്കേഡ് പ്ലാൻ ഉണ്ട്, പക്ഷേ നെക്സ്റ്റ് 5 years വി ഹവ് സെറ്റ് എ വിഷൻ ഫോർ കേരള. Another 50 million square feet of developments across the state in various sectors ആയിട്ടാണ്. അത് ഞാൻ പറഞ്ഞില്ല, റെസിഡൻഷ്യലും കമേഴ്ഷ്യലും റീറ്റെയിലും ഹോസ്പിറ്റാലിറ്റി, അങ്ങനെ ഒരുപാട് കേസിൽ ലോജിസ്റ്റിക്സ്, അങ്ങനെ ഒരുപാട് കേസിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. 50 million square feet, 5 കോടി സ്ക്വയർ ഫീറ്റ് ആണ് അടുത്തൊരു 5 വർഷം കൊണ്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏതൊരു ബിൽഡറും 10-30 വർഷം കൊണ്ട് ചെയ്യുന്ന ഒരു വോള്യൂമാണ് നമ്മളൊരു നെക്സ്റ്റ് 5 ഇയേഴ്സിലേക്ക് ആഗ്രഹിക്കുന്നത്. അപ്പം അതാണ് നമ്മൾ വിഷൻ സെറ്റ് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് WTC അടക്കമുള്ള ഒരുപാട് പ്രോജക്ട്സ് നമ്മൾ ഓൾറെഡി ലോഞ്ച് ചെയ്തു. ഇനി ഒരുപാട് പ്രോജക്ട്സ് പേപ്പറിലുണ്ട്. ഐ തിങ്ക് യു ക്യാൻ എക്സ്പെക്ട് മോർ പ്രോജക്ട്സ് ഇൻ ദ കമ്മിങ് വീക്സ് ഓർ മന്ത്സ്. പ്ലസ് ഞാൻ നേരത്തെ പറഞ്ഞു, വെൽനെസ് ഇസ് ദി അനദർ വെർട്ടിക്കൽ വിച്ച് വി ആർ ഓപ്പറേറ്റിംഗ് ഇൻ, വിച്ച് ആർ സ്റ്റെപ്പിംഗ് ഇൻ. ആൻഡ് ഒരു വെൽനെസ് സെൻറ്റർ നമ്മൾ ഇമീഡിയറ്റ്ലി നെക്സ്റ്റ് മന്ത് അത് ഓപ്പൺ ചെയ്യാൻ പോകുന്നുണ്ട്. വർക്ക് നടന്നുകൊണ്ടിരിക്കും, ഫൈനൽ ടച്ചസിലാണ്. നെക്സ്റ്റ് മന്താണ് നമ്മൾ അത് ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആൻഡ് വി ആർ സ്റ്റെപ്പിംഗ് ഇൻ ടു മെഡിക്കൽ സൈഡ് ഓൾസോ, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ വി ആർ ഓൾറെഡി എക്സിസ്റ്റിംഗ്. അങ്ങനെ മൾട്ടിപ്പിൾ. അജിൽ വളരെ ചെറിയ പ്രായത്തിലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നു, CEO പൊസിഷനിലോട്ട് വരുന്നു. അപ്പോൾ ആ ഒരു യങ് ഏജ് എൻജോയ് ചെയ്യാൻ കഴിയാതെ പോയി എന്ന് തോന്നാറുണ്ടോ എപ്പോഴെങ്കിലും? എനിക്ക് തോന്നുന്നു ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ, റാഷിഖ് പറഞ്ഞ പോലെ തന്നെ, ഇതൊരു പാഷനാക്കി എടുത്തന്നെ ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ദിസ് ഈസ് മൈ എൻജോയ്മെന്റ്. അപ്പോൾ എനിക്ക് ഇതാണ് ഇഷ്ടം, ഇങ്ങനത്തെ ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് എടുക്കുക, ആൾക്കാരോട് സംസാരിക്കുക, ഇന്ററാക്ട് ചെയ്യുക, ഗെറ്റ് ടു ലേൺ എ ലോട്ട് ഓഫ് തിങ്സ് വാട്ട് ഈസ് ഹാപ്പനിങ് അക്രോസ് ദി വേൾഡ്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ അത് ഈ ഒരു പോസ്റ്റിൽ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. ആൻഡ് ഐ എൻജോയ് ഇറ്റ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ളവരെ ഇപ്പം ഒരു പ്രോജക്റ്റ് മുന്നോട്ട് വെക്കുമ്പം അത് കംപ്ലീറ്റ് ആയി ഇപ്പോൾ ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് അവരെ സൈഡിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് ആൻഡ് ഫീഡ്ബാക്ക്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ബിസിനസ് പാർക്കിൽ ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്, നമ്മളെ ഹാളിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് കിട്ടുന്ന, അവർ വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ ഞങ്ങൾ ബിസിനസ് പാർക്കിലാണ്, ഞങ്ങൾ അവിടുത്തെ ടെനൻ്റ് ആണ്, വി ആർ വെരി ഹാപ്പി, അവിടുത്തെ അറ്റ്മോസ്ഫിയറും ഈക്കോ സിസ്റ്റം വെരി ഹാപ്പി, ഐ യു ഗോയിങ് ടു റെപ്ലിക്കേറ്റ് ഇൻ കൊച്ചി ഓർ ട്രിവാൻഡ്രം, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, ഒരു സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഹാപ്പിനെസ്, അതിൽ നിന്നായിരിക്കും എനിക്ക് തോന്നുന്ന ആ എനർജി എന്ന് പറയുന്നത്. ആൻഡ് ഐ തിങ്ക് ഐ എൻജോയ് ദിസ് ആബ്സല്യൂട്ട്ലി. റാഷിദ്, ഇവിടെ ഒരുപാട് ഓൺട്രപ്രനേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അവരോട് എന്താണ് പറയാനുള്ളത്? പുതിയ സംരംഭകരോട് എനിക്ക് പറയാനുള്ളത്, ബേസിക്കലി നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും, പക്ഷേ അതൊരു പുതിയ ഐഡിയ ആണെങ്കിൽ അതിനെ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അതെങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ച് പഠിക്കുക. ഒരുപാട് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ട് ഇത് ഒരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്ത് നമുക്ക് ചെയ്യുക. എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. ഇപ്പം ഏത് ബിസിനസ് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങളുടെ ഐഡിയയ്ക്ക് ഒരു യുണീക്ക്നെസ് ഉണ്ടായിരിക്കണം. നിങ്ങളൊരു ആരെയും കോപ്പി അടിക്കുന്ന ഒരു സ്റ്റേജ് അല്ലാതെ തന്നെ നിങ്ങളുടേതായ ഒരു ഐഡിയ സെല്ല് ചെയ്യാൻ പറ്റുവാണ്, മാർക്കറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാം, നിങ്ങൾക്കും ഒരു ബ്രാൻഡ് ഓണേഴ്സ് ആവാം. അതാണ് എനിക്ക് പറയാനുള്ളത്. ശരി ഐശ്വര്യ, ഒരു 2 വാക്ക്. നമ്മൾ എങ്ങനെയാണ് ബിസിനസ് തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു സീഡിങ് തൊട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് അത് ഡെവലപ്പ് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള വെല്ലുവിളികൾ, പ്രതിസന്ധികൾ, ചാലഞ്ചസ് ഉണ്ടാകും. അതിനെയൊക്കെ എങ്ങനെ മറികടക്കാം? ഇപ്പം സെക്കൻഡ് ജനറേഷനിലുള്ള എനിക്ക് എൻ്റെ ഒരു സിറ്റുവേഷനിൽ ഫേസ് ചെയ്യുന്ന ആൾക്കാരോട് പറയാനുള്ളത്, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നുള്ളതാണ്. കാരണം ഞാൻ കൂടെ വർക്ക് ചെയ്യുന്നത് ഈ ലെഗസിയുമായി ട്രാവൽ ചെയ്ത 40 വർഷം ട്രാവൽ ചെയ്ത ആൾക്കാരുടെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. സോ ചിലപ്പോൾ ചില കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. റിൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇപ്പം എൻ്റെ അച്ഛനൊക്കെ ബിലീവ് ചെയ്തിരുന്നത് ന്യൂസ് പേപ്പർ ആഡ്സ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അപ്പം എനിക്ക് വന്ന ചാലഞ്ച് ഫസ്റ്റ് ഫേസിൽ ഞാൻ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട് ഫേമിൻ്റെ. സോ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ ഹാൻഡിൽ ചെയ്യുമ്പോൾ എനിക്ക് കൂടുതലും 2 വർഷം മുമ്പ് വരെ എനിക്ക് അച്ഛനോട് കുറച്ചുകൂടി ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രോങ്ങറായി ചെയ്യണമെന്ന് പറഞ്ഞാൽ കൂടി അത് കൺവിൻസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. കാരണം പേപ്പർ ആഡ്സ് ആണ് ഈ ബ്രാൻഡ് വളർന്നത്. അന്ന് പേപ്പർ ആഡ്, TV ആഡ്സ്, റേഡിയോ ആഡ്സ് ഇത് മാത്രമായി ഒതുങ്ങി കൂടിയിരുന്നായിരുന്നു. ഇന്ന് അതിൻ്റെ ഷെയർ കംപ്ലീറ്റ്ലി മാറി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് വന്ന് അത് ടേക്ക് ഓവർ ചെയ്തിരിക്കുകയാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ കൊണ്ടുവരുന്ന ഓരോ പ്ലാൻസും റിജക്ഷൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് വേണ്ട, ഇതിപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ നമ്മുടെ സൈഡിൽ നിൽക്കുന്ന കോമ്പറ്റീറ്റേഴ്സ് പതുക്കെ ഇതിന് മേലെ മേലെ കയറി പോവായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആ ക്ഷമ എനിക്ക് അന്ന് ഉണ്ടായത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ഇന്ന് എനിക്കത് കുറച്ചുകൂടി കൺവിൻസ് ചെയ്യാൻ പറ്റി, കുറച്ചുകൂടി വാം വെൽക്കമിങ് ആയിട്ട് എനിക്കത് ഡീൽ ചെയ്യാൻ പറ്റി. പേഷ്യൻസ് ഇസ് എ കീ. ഇപ്പോൾ എന്ത് ബിസിനസ് ആയിക്കോട്ടെ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഡിറ്റർമിനേഷൻ, ഗിവ് അപ്പ് ചെയ്യാതെ നമ്മുടെ ഡിറ്റർമിനേഷൻ ഉണ്ടാവണം. കറക്റ്റ് പോയിന്റ് ടാർഗറ്റ് ചെയ്യുക, യു വർക്ക് ഓൺ ഇറ്റ്, ഡെഫിനറ്റ്ലി നമുക്ക് അതിനുള്ള സക്സസ് ഉണ്ടാവും എന്ന് തന്നെയാണ്. പുതിയ സംരംഭകരോട് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. നമുക്കറിയില്ല ഏത് വഴിയാണ് ഓപ്പർച്യൂണിറ്റി വരുന്നത് എന്നുള്ളത്. ഇന്ന് വീട്ടിലിരുന്ന് വരെ ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുന്ന അത്രയും സ്കോപ്പ് നമുക്കുണ്ട്. അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ഏത് രീതിയിലായാലും
യൂസ് ചെയ്യുന്നത് റൈറ്റ് വേയിലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ബ്രാൻഡ് ഉത്ഭവിക്കാൻ എന്നൊരു സെക്കൻഡ് മാത്രം മതി. അപ്പോൾ എല്ലാവരോടും അത് തന്നെയാണ് പറയാനുള്ളത്, ഡിറ്റർമിനേഷൻ, ദാറ്റ് ഇസ് മസ്റ്റ്. താങ്ക് യു. യെസ് എറിൻ, നോക്കൂ, ഇപ്പോൾ മൈഗ്രേഷൻ്റെ കാലമാണ്. ഇപ്പോൾ യങ് ഏജ് എല്ലാവരും ജോലിക്കായാലും ജീവിക്കാനായാലും പുറത്തോട്ട് പോവുകയാണ്. ബിക്കോസ് അവിടെ ബെറ്റർ ലിവിങ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ബട്ട് യു ആർ ഹിയർ ആൻഡ് ഡൂയിങ് ദ ബിസിനസ്. എന്തുകൊണ്ട് ഇവിടെ നിൽക്കണം എന്നാണ് പറയുന്നത് ഇപ്പോഴത്തെ യങ് ഏജിലെ ആൾക്കാരോട്? ഇപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് നോക്കുവാണെങ്കിൽ അത് ഒത്തിരി തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആൻഡ് ഐ ബിലീവ് മൈഗ്രേഷൻ ഒരു തെറ്റായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നാറില്ല. ബിക്കോസ് യു ഹാവ് ടു യൂസ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് യുവർ സെൽഫ്. നമ്മുടെ കേപ്പബിലിറ്റി ഏറ്റവും കൂടുതൽ മാക്സിമൈസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എവിടെയാണ്, അത് നാട്ടിലായാലും ശരി പുറത്തായാലും ശരി, അത് എത്രത്തോളം നമുക്ക് ഹെൽപ്ഫുൾ ആണ് എന്ന് നോക്കുമ്പോൾ അവിടെയാണ് അതിൻ്റെ ഉത്തരം നിൽക്കുന്നത്. അതിപ്പോൾ നാട്ടിലായാൽ തന്നെ പുറത്തായാലും തന്നെ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ സെൽഫ്. ഇപ്പോൾ നാട്ടിൽ എനിക്ക് പറയാം ഇറ്റ്സ് ഈസി ഫോർ മീ ബിക്കോസ് സംതിങ് ഇസ് ബിഹൈൻഡ് മീ. എൻ്റെ ഫാദർ കെട്ടിപ്പടുത്തിയ ഒരു ലെഗസി എൻ്റെ പുറകിലുള്ളതുകൊണ്ട് ഐ ആം പുറത്തുനിന്ന് നോക്കുവാണെങ്കിൽ ഐ എം കംഫർട്ടബിൾ, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ദസ് എ എഡ്ജ് ഫോർ മീ. പക്ഷെ അതില്ലാത്ത ഒത്തിരി പേരുണ്ട്. സോ അവർക്ക് ഇറ്റ്സ് ഓൺ അപ്പോൺ ദം സെൽഫ് ടു ഡിസൈഡ് വേർ യു ഹാവ് ടു ബി. ശരി, കുറച്ചുകൂടി ഒരു ബിസിനസ് ഫ്രണ്ട്ലി ആവാൻ ഇവിടെ കേരളത്തിൽ ഈ അടിസ്ഥാന സൗകര്യങ്ങളിലായാലും ചുറ്റുപാടിലായാലും ആളുകളുടെ മനോഭാവത്തിലായാലും എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് തോന്നിയിട്ടുണ്ടോ? മാറ്റങ്ങൾ ഇപ്പോൾ പറഞ്ഞ പോലെ 10 വർഷം മുന്നേ കേരളമല്ല ഇപ്പോഴത്തെ കേരളം. വളരെ ഒരു ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മോഡലാണ് ഇപ്പോൾ നമുക്ക് കേരളത്തിൽ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ ആളുകളുടെ സംസാരിക്കുമ്പോൾ അതെ അവർ ഓപ്പൺ ടു നമ്മുടെ ഐഡിയാസും നമ്മുടെ ഇന്നോവേഷൻസിനും ആളുകൾ ദേ ആർ റെഡി ടു അക്സെപ്റ്റ് ഇറ്റ്. പണ്ടത്തെ കേരളത്തിൽ ഇപ്പോൾ ജെൻസി കൂടുതൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ളത് കൊണ്ട് തന്നെ ദേ ആർ ഓപ്പൺ ടു അവർ ഐഡിയാസ് ആൻഡ് അവർ അത് റിസീവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കൂടുതലുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരി, എനിക്ക് തോന്നുന്നു വൈൻഡപ്പിലേക്ക് പോകാമെന്ന് തോന്നുന്നു. സമയം ഒരുപാടായി. എന്തായാലും ദ യങ് വൈബ്രൻറ്റ് ഓൺട്രപ്രണേഴ്സ് ആണ്. അവർക്ക് ഒരുപാട് വിഷനുണ്ട് ഭാവിയിൽ അവരുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായി. അതെല്ലാം സക്സസ്ഫുള്ളായി നടക്കട്ടെ. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ കഴിയട്ടെ. താങ്ക് യു അജിൽ, റാഷിദ്, ഐശ്വര്യ, ഐറിൻ. Thank you so much everyone. അങ്ങനെ നെക്സ്റ്റ് ജെൻ ഓൺടർപ്രണേഴ്സ് പാനൽ ഡിസ്കഷൻസ് പൂർണ്ണമാവുകയാണ്. ദിവ്യ മാം പറഞ്ഞതുപോലെ തന്നെ വളരെ സ്മാർട്ട് ആയിട്ടുള്ള വിഷണറീസ് ആണ്, ഫോക്കസ്ഡ് ആണ് നമ്മുടെ ഈ ന്യൂ ജെൻ ഓൺടർപ്രണേഴ്സ്. Kindly stay back. We would like to present you all with a token of appreciation from Media One Business Conclave. And to do that honor, I would like to welcome to the stage the director of Media One's Dr. Ahmed. Yes, നമ്മുടെ മീഡിയ വണ്ണിൻ്റെ ഡയറക്ടേഴ്സിൽ ഒരാളായ ഡോക്ടർ അഹമ്മദിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ്. Please bring the memento of Mr. Ajil Mohammed. Kindly bring the mementos, please. Mr. Ajil, kindly accept this. That was for Erin. Thank you, Ms. Erin Elizabeth Shibu, Aishwarya Nandilat, Mr. Ajil Mohammed, and Mr. Rashid K.A. Thank you.